എല്ലാവരും പഠിപ്പിൻ്റെ തിരക്കിലാണ്, എക്സാമിൻ്റെ തിരക്കിലാണ്. എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് ആശംസകൾ. എക്സാം നാളെ തുടങ്ങുകയാണ് ഇംഗ്ലീഷ്. അപ്പം നമ്മുടെ ക്ലാസ് റൂമിനോടൊപ്പമുള്ള എല്ലാവർക്കും എല്ലാ വിഷസും ഞാൻ അറിയിക്കുകയാണ്. ഉഷാറായിട്ട് എക്സാമിന് റെഡിയാവുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈവിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇപ്പം ലൈവിൽ ഓൾറെഡി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് റിപ്ലൈ ചെയ്യണം, ഓഡിബിൾ ആണെങ്കിൽ. ഓക്കെ, നമുക്ക് ഒട്ടും സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQ ക്വസ്റ്റ്യൻ ഫ്രം ഫ്ലെമിംഗോ. ആൻഡ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് പോയം ആദ്യം കവർ ചെയ്യാം. ഓക്കെ, അപ്പം പോയട്രിയിലെ MCQs ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കാരണം മറ്റത് പ്രോസാണ്. അപ്പോൾ നിങ്ങളത് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയാനുള്ള പോലെ നമ്മൾ വായിക്കും തോറും അത് നമുക്ക് എത്രത്തോളം നമ്മൾ വായിക്കുന്നു, അപ്പോൾ എങ്ങനെ ചോദ്യം വന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ വായിക്കുന്നതിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. പക്ഷേ പോം ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കോംപ്രിഹെൻഷൻ ആവശ്യമുള്ളൊരു സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ പോമാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ഓക്കെ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, ഐ ക്യാൻ സീ ഹിയർ. ഞാൻ പേരൊന്നും എടുത്ത് വായിക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഈ ചാറ്റ് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. അപ്പോൾ very warm good morning to all of my lovely children. Welcome to our classroom. ഓക്കെ, നിങ്ങളുടെ മെസ്സേജസ് വായിച്ചപ്പോൾ നേരി കണ്ടൊരു അനുഭവമാണ് എനിക്ക്. നമ്മൾ നേരി കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എനിക്ക് ആവശ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നോട്ട് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെന്നും പേപ്പറും കയ്യിലുണ്ടാവുക. ടെക്സ്റ്റ് ബുക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ഫുൾ ലൈൻ വായിക്കില്ല, തുടക്കവും അതിൻ്റെ അവസാനവും വായിക്കുള്ളൂ. നിങ്ങളത് കോട്ട് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ എവിടെ അല്ലെങ്കിൽ എഴുതിയെടുക്കുക ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ആൻസറും പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നു. കാരണം 1 മണിക്കൂർ ഉണ്ടാവുകയുള്ളൂ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ലൈവ് ചാറ്റുകൾ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാലേ എല്ലാം പോവും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പോം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ രണ്ടാമത്തെ പോം, അതായത് ആൻ എലിമെൻ്ററി സ്കൂൾ ക്ലാസ് റൂം ഇൻ എ സ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൈ മദർ അറ്റ് 66 വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, റൈറ്റ്? ഓക്കെ, യാ. Okay, very good morning, my dear. Now, an elementary school classroom in a slum മെയിൻ ആയിട്ടുള്ള ലൈൻ, ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻസസ് ഫോർ കോംപ്രിഹെൻഷൻ. അത് എവിടെ നിന്ന് തുടങ്ങുന്നത്? ഫാർ ഫ്രം ഗസ്റ്റി വേവ്സ്, ഫ്രം ദാറ്റ് ലൈൻ ടു അതർ ദാൻ ദിസ്, ദ ലാസ്റ്റ് ഓഫ് സ്ക്യൂറൽസ് ഗെയിം ഇൻ ട്രീ റൂം, അതർ ദാൻ ദിസ്. ഇത്രയും സ്റ്റാൻസസ്, അതായത് 7 ലൈന്. ഫസ്റ്റ് ഈ 7 ലൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ പോകുന്നത് CBSE എക്സാം, ബോർഡ് എക്സാമിന് 2012 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, യാ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇവിടെ how do the faces of the children of the slum school look like? നമുക്കറിയാം എങ്ങനെയാണ് faces of the children of the slum school looks pale. Look pale. Their unkept and uncombed hair look like rootless wild herbs or plants. Rootless wild herbs or plants. The expression, the usage is very important. അത് അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ weighed down head അല്ലേ? നമ്മൾ ആ കുട്ടിയിരിക്കുന്ന ആ ഒരു പോയം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ദ ബേർഡൻ ഓഫ് മിസ്ഫോർച്യൂൺസ് ഹാസ് ഡിപ്രസ്ഡ് ആൻഡ് ബെൻഡ് ഡൗൺ ദ ടോൾ ഗേൾസ് ഹെഡ്. അത് നമ്മൾ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന സമയത്ത്. ഓക്കെ, യെസ്. ഹൂ ഈസ് ദ അൺലക്കി ഹെയർ ആൻഡ് വാട്ട് ഹീ റിസൈറ്റിംഗ്? യെസ്, ആരായിരിക്കും? The lean and thin boy having a rat's eyes will inherit twisted bonds of his parents, and he's reciting how his father developed that naughty disease. Okay, then the fourth question, find words from passage which mean the following.
ഓക്കെ, അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യട്ടെ ഏതെങ്കിലും ഒരു പോയത്തിൽ നിന്ന്. അതായത് വേർഡ് മീനിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാറില്ലേ നമ്മുടെ ഓരോ ലെസൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഗൂഗിൾ ചെയ്തിട്ട് വേർഡ് മീനിങ് സെർച്ച് ചെയ്യണം, അതൊരു എക്സസൈസ് ആയിട്ട് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തവർക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 3 വേർഡ് മീനിങ് തന്നിട്ടുണ്ട്. ബ്ലോവിങ് സ്ട്രോങ്ലി എന്താണ്? ഗസ്റ്റി. അതിൻ്റെ 1 വേർഡ് ഗസ്റ്റി ആണ്. ഓക്കെ, അൺഡെവലപ്ഡ് stunned, STUNTED. Yeah, then the third one, not clear, not bright, of course is dim. Okay, ഇത് നമ്മൾ ഈ പോയത്തിൽ നിന്ന് എന്താ പറയുക വേർഡ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് from here, the stunned unlucky hair of twisted bones. അവിടുന്ന് മുതൽ അഗെയിൻ നമ്മുടെ ലാസ്റ്റ് ലൈൻ, ഓഫ് സ്ക്യൂറൽസ് ഗെയിം ഇൻ ട്രീ ഓർ റൂം അതർ ദാൻ ദിസ്. ആ മുന്നേ പറഞ്ഞിട്ടുള്ള ലൈൻസിൽ തന്നെ വീണ്ടും ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2012. യാ, ഹൂ ഈസ് ദ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഒന്നുകൂടി വായിക്കാട്ടോ. ഹൂ ഈസ് ദ അൺലക്കി ഹെയർ? നോട്ട് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. Who is the unlucky hair and what has he inherited? പറഞ്ഞു കഴിഞ്ഞു. What is the stunt boy reciting? We have discussed about it. Who is sitting at the back of the gym class? Yes, who is sitting at the back of the gym class? At the back of the gym class sits an unnoticed sweet and young boy with dreamy eyes. Right? Yes. എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഒപ്പം ഉണ്ടോ? ഞാൻ നിങ്ങളുടെ മെസ്സേജസ് വായിക്കുന്നില്ല. യാ, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. വെരി ഗുഡ്, ഐ ലവ് ദ കോൺഫിഡൻസ്. ഓക്കെ, ഒരു 1 hour നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ യു ഹാവ് ടു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് CBSE 2019. ഓക്കെ, 2019 നോക്കാം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? Who is the unlucky hair? See, third time I'm reading this question. What has he inherited? Who is sitting at the back of the gym class? How is different from? Yes. So ഇവിടെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ വായിക്കാത്ത വരുന്നുള്ളൂ, which is how is he different from the rest of the class? ഓക്കെ, അതിൻ്റെ ആൻസർ he sits unnoticed and his eyes live in a dream. അല്ലേ? എങ്ങനെയാണ് പോയറ്റ് ആ കുട്ടീനെ നോട്ടീസ് ചെയ്യാൻ കാരണം? ഹിസ് ഡിഫറെൻറ്റ് ലൈക്ക് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ക്ലാസ്. എങ്ങനെയാണ്? അതായത് കുട്ടി ഒരു സ്വപ്നലോകത്താണല്ലേ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒറ്റ ക്വസ്റ്റ്യനാണ് നമ്മൾ വായിക്കാത്ത ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള 3 ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൂ ആർ ദീസ് ചിൽഡ്രൻ? These are the children living in slum. Yes, very simple question. Which figure of speech has been used in the first 2 lines? Okay, ഏതാ? ആരെങ്കിലും മെസ്സേജ് അയക്കുമോ നോക്കട്ടെ. അങ്ങനെ വിട്ടാൽ പറ്റില്ല. ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ? സ്കിറൽ ഗെയിം. യെസ്, നോളജ് ഡിസീസ്. ഓക്കെ, സോ വാട്ട്? അറിയില്ല മാം. അറിയില്ല, നോ പ്രോബ്ലം, നമുക്ക് നോക്കാം. ഡോണ്ട് വറി. എനിബഡി? ആർക്കെങ്കിലും അറിയോ? വിച്ച് ഫിഗർ ഓഫ് സ്പീച്ച്? നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ വീഡിയോ ഒക്കെ കണ്ടോ നിങ്ങൾ? നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിടുക്കൻ. പിന്നെ ആരാ? മെറ്റഫർ, സിമിലർ, രണ്ടും കൂടി വിട്ടേ. ഏതെങ്കിലും മാമിന് ഇഷ്ടമുള്ള എടുത്തോന്നൊക്കെ. എനിവേ, ദ ആൻസർ ഈസ് repetition question once more. Okay, which figure of speech has been used in the first 2 lines? You want to know the first 2 lines, like rootless weeds, the hair torn round their pallor, the girl with her weighed down head, the paper. So the paper seemed boy. Yes, here the answer is, the figure of speech used is simile. Yes, very good, simile. Okay, see how? Wow, very good, I love it. Very good, simile, very good. Now the third question, why is the tall girl's head weighed down? I think നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നത്. The answer is, worries and her miserable life are keeping her head down. ഓക്കെ, മനസ്സിലായോ? ഇത് വീണ്ടും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, what does the word pallor mean? Pallor, what's the mean? Pallor, anybody? Pallor means pale face. pale, ഒരു എന്താ പറയുക, എന്താ നമ്മളതിനെ മലയാളത്തിൽ പറയുക, വിളർച്ച വന്നിട്ടുള്ള ഒരു പെയിൽ ഫേസ്. വെരി ഗുഡ്.
Yeah. Now, next question, 2017 വന്നിട്ടുള്ള question ആണ്. It starts from here, at back of the dim class മുതൽ again the last line, other than this. So the question is, why is the class dim? Any answer? Why is the class dim? Why is the class dim? The classroom is not airy and spacious and hence appears dim. Yes. നമ്മൾ അതിനൊരു കണ്ടീഷൻ, ഒരു ഫിസിക്കൽ കണ്ടീഷൻ, ഇസ്ലാമിലെ ക്ലാസ് റൂമിലെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോം എടുക്കുന്ന സമയത്ത്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? യെസ്, നോ ലൈറ്റ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ യങ് ചൈൽഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ഹൗ ഈസ് ദ യങ് ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ഹീ ഈസ് എ ഡ്രീമർ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ആൻസറിന് വെയിറ്റ് എന്താണെന്ന് അറിയാം, ഇച്ചിരി സ്പീഡാണെന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ ഈ എല്ലാം കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഓടിപ്പോവും പെട്ടെന്ന് പെട്ടെന്ന്. മിസ്റ്റർ ടയേർഡ്. യെസ്, ഹീസ് ഡ്രീമർ ഓഫ് ഓപ്പൺ സ്പേസ് ആൻഡ് സ്ക്യൂറൽ ഗെയിംസ് അൺലൈക്ക് അതേഴ്സ്. യെസ്, നമ്മൾ ആദ്യം വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. സ്വീറ്റ് ആൻഡ് ഡ്രീമർ. യെസ്, വെരി ഗുഡ്. സ്വീറ്റ് ആൻഡ് ഡ്രീമർ, ഐ ലവ് ഇറ്റ്. ഓക്കെ, നൗ വാട്ട് ഈസ് ഹി ഡൂയിങ്? വാട്ട് ഹീസ് ഡൂയിങ്? Yes, he's sitting at the back of his class dreaming of outside pleasure and places. Yeah, he's just enjoying outside, right? Yes, dreaming, yes. Then what is a tree room? What is a tree room? What is a tree room? Any idea? Wait, I want to see your answers. Watching squirrel. Yes, watching squirrel. Great, bravo. That's good. Yeah. What is a tree room? Any idea? I will wait. What's going on? Watching squirrel. No answer yet? Okay. It means a greener outer world different from the dismal and dim world of the classroom. I'm sorry, but don't want to have. When? The tree house, ma'am. The tree house, ma'am. Yeah, it's like for example, it means a greener outer world different from the dismal. അതായത് just different. Simply പറയുകയാണെങ്കിൽ ക്ലാസ് റൂം അല്ല, ഔട്ട്സൈഡ് ഓഫ് ദ ക്ലാസ് റൂം. ദാറ്റ്സ് ഗ്രീൻ റൂം. യെസ്, ബിക്കോസ് നമ്മുടെ കഥാപാത്രം എവിടെയാണുള്ളത്? പുറത്താണ്. ഈവൻ ദോ ഫിസിക്കലി ഹീസ് ഇൻ ദ ക്ലാസ് റൂം, മെൻ്റലി ഹീസ് ഔട്ട്സൈഡ്, റൈറ്റ്? സോ ദാറ്റ്സ് ദ ഹിസ് ഗ്രീൻ റൂം, റൈറ്റ്? ഐ മീൻ ഗ്രീൻ ട്രീ റൂം. ദാറ്റ്സ് ഇറ്റ്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന് ഒരു കാര്യം പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം അല്ല, ഇപ്പം ചിലപ്പം പിള്ളേർ പറയും, ഇപ്പം എന്നോട് പറയും, മാം ഇന്ന് ക്ലാസ് റൂമിലിരിക്കണം, നമുക്ക് പുറത്തിരിക്കാം, പുറത്ത് എവിടെയെങ്കിലും പോയിരുന്ന് ക്ലാസ് എടുക്കാമെന്ന് പറയും. സോ ദാറ്റ്സ് ദാറ്റ് വൺ. ഓക്കെ, അതാണ് നമ്മുടെ ട്രീ റൂം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മരത്തിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുവരുത്തി പഠിപ്പിക്കാൻ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണ് ഇടയ്ക്ക് പിള്ളേരെ കൊണ്ട് പുറത്ത് പോയി ക്ലാസ് എടുക്കാനും. അപ്പോൾ ദാറ്റ് ഈസ് ദാറ്റ് വൺ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ചിൽഡ്രൻ, ദീസ് വിൻഡോസ് നോട്ട് ദിസ് മാപ്പ് ദെയർ വേൾഡ്. ഓക്കെ, ഇത് വേറൊരു ലൈനിൽ നിന്നാണ് കേട്ടോ. ഇത് ലൈൻ ഞാൻ വായിക്കാം. ചിൽഡ്രൻ, ദീസ് വിൻഡോസ് എന്ന് തുടങ്ങിയിട്ട് ഫാർ ഫാർ ഫ്രം റിവേഴ്സ്, ക്യാബ്സ് ആൻഡ് ടാർസ് ഓഫ് വേർഡ്സ്, അവിടെ വരെയുള്ള ലൈനിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. What does the map of the world signify? What does this? I think it's a little bit important. What does the map of the world signify? The map of the world signify the world drawn and betrayed by the rich and the mighty. Yes. Wait. No one. Okay. The next question. Who? This actually the repeated question alla, but ഞാൻ അവിടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. Who are these children? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Then what is their world like? What is their world like? The world is foggy, narrow and polluted. Yeah, it's far from the open sky, clean rivers and caves. What kind of future does the poet foresee for them? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ മിക്കവാറും വരും എന്നാണ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് ഫ്യൂച്ചർ ഡസ് ദ പോയറ്റ് ഫോർസീ ഫോർ ദം? ബിക്കോസ് ഇറ്റ്സ് ഒരു റെലവെൻ്റ് ആണ്. The poet doesn't foresee any future for the slum children. Their future is not bright but foggy. Okay, that's the answer. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The poet doesn't foresee any future for the slum children. Their future is not bright but foggy. Yeah. അടുത്ത ക്വസ്റ്റ്യൻ 2019 വന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം. Who are these children? Again നമ്മൾ വായിച്ചു കഴിഞ്ഞു അല്ലേ? Okay, the children of an elementary school in a dirty slum. What future do these children have in store for themselves? Their future is foggy, lacking brightness and happiness. Same answer, same questions. Okay. What does lead sky symbolize? Okay, please focus here. What does lead sky symbolize? A very nice question.
നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നല്ലോണം സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പെട്ടെന്ന് ഞാൻ വായിച്ചു വിടുന്നത്. നിങ്ങൾ ഫോക്കസ് പ്രത്യേകം വേണ്ടടുത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഡസ് ലീഡ് സ്കൈ സിംബലൈസസ്? ദ ലീഡ് സ്കൈ സിംബലൈസസ് a bluish green sky which lacks brightness and sunshine. Okay, you got it? Dark sky, very good, you know. See, എല്ലാവരും well prepared and I'm very happy for that. എല്ലാവരും well prepared ആണ്. Okay, now what facilities are these children deprived of? What facilities are these children deprived of? The children are deprived of open sky, rivers and stars, the nature itself, right? Yeah, നമ്മളതിന് എന്തോ ഒരു നല്ലൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നേച്ചറിൻ്റെ പാമ്പറിങ് ഓഫ് നേച്ചർ. യെസ്. നെക്സ്റ്റ് 2017 വന്നൊരു ക്വസ്റ്റ്യൻ വായിക്കാം. അവിടെ ഓൺ സോർ ക്രീം വോൾസ് മുതൽ വേൾഡ് ഇറ്റ്സ് വേൾഡ് വരെയുള്ള ക്വസ്റ്റ്യൻ. ഓൺ സോർ ക്രീം വോൾസ് ഡൊണേഷൻസ് etc. to world its world. The question is, what is the condition of the classroom wall? What is the condition of the classroom wall? The condition of the classroom wall is really pathetic. Okay. Oh my God, I can see a lot of people are. ഇയാളുടെ പേരെന്താ? നെക്സസ് റിപ്പർ. വാട്ട്സ് യുവർ നെയിം മൈ ഡിയർ? ആളെ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. Anyway, the condition is really pathetic. What aspects show a civilized race? This is the critical thinking questions. You have to expect kind of questions, my dear. What aspects show a civilized race? Domes rising above the belt and flowery Tyrole's Valley show the aspects of civilized race. അത് ആ പോയത്തിൽ ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒന്നുകൂടി വായിക്കാം. The domes rising above the belt and flowery Tyrole's Valley shows the aspect of a civilized race. Now, explain. Awarding the world its world. Explain ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. Awarding the world its world. What's that? I want to see who is smarter here. Wow, Shakespeare's head, very short. But the answer, the Tyrole's Valley. Wait, ഞാൻ എൻ്റെ ആൻസർ പറയാൻ പോവാണ്. What is the speciality of? ഇതൊന്ന് പറഞ്ഞേ. Awarding the world its world. Can you explain it? How do you explain? Explain ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. Awarding the world its world. How you can explain that line or that phrase? Okay, let me answer here. The so-called civilized world awards the rewards only to its privileged and moneyed sections. ഓക്കെ, ഞാൻ ഒന്നും കൂടി സ്ലോലി വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. Awarding the world its world. അപ്പം നമ്മളിവിടെ ആൻസർ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. The so-called civilized world awards the rewards only to whom? To its privileged and moneyed section. Yes, very good. Okay. Then poetic device-നെ കുറിച്ചിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ. പോയറ്റിക് ഡിവൈസിൻ്റെ മെറ്റഫ്രണ്ട് സിമിലിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോകുക, പോയറ്റിക് ഡിവൈസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ കുറച്ചൊക്കെ അത്യാവശ്യമുള്ളതുണ്ട്. അത് പെട്ടെന്ന് കാണുക, ഇപ്പോഴല്ല, ലൈവ് കഴിഞ്ഞിട്ട് ഒക്കെ കാണുക. ഓക്കെ, അതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. നിങ്ങളത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ എവിടുന്ന് ഏത് പോയതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ശ്രദ്ധാപൂർവ്വം കണ്ടാൽ മാത്രം മതി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അത് ടെൻഷൻ അടിക്കേണ്ട, അത് വിട്ടോ, അത് ആ ടെൻഷൻ വിട്ടോ മനസ്സിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി Tyrole's Valley? The Tyrole's Valley is full of flowers and it echoes the sounds of church bells. Okay, that's it. ഒന്നുകൂടി വായിക്കാം, അവിടെ അധികം ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. The valley is full of flowers and it echoes by the sounds of church bells. That's it. Now, see, നമ്മൾ കഴിയോ മണിക്കൂർ കൊണ്ട്. Yeah, then the 2015 and 18 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 15ലും 18ലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. It starts from on their slag heap these children മുതൽ it's from on their slags heap these children to with mended glass like bottle bits on stone. ഓർമ്മ ഉണ്ടോ?
Yes. അവിടെ നിന്ന് വന്ന question. Name the poem and the poet. Very easy. Yes. Elementary school. Classroom in Islam and it's written by Stephen Spender, the great. Yes. അറിയില്ലേ? അറിയും. Yes. And explain slag heap. Slag heap. Yeah, Stephen Spender, very good. Yeah. ഫ്യൂച്ചറിൽ ലിറ്ററേച്ചറൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളൊരു ഇപ്പോഴേ സ്റ്റീഫൻ സ്പെൻഡറിനെ ഒക്കെ കുറിച്ച് മനസ്സിലാക്കി വെച്ചോ. അമേസിംഗ് ആണ്. ഓക്കെ, കം ബാക്ക്. സ്ലാഗ് ഹീപ്പ്. കൻ യു എക്സ്പ്ലെയിൻ സ്ലാഗ് ഹീപ്പ് ഹിയർ? അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ഇറ്റ് മീൻസ് ഹീപ്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഓർ ഡേർട്ട്. യെസ്, ദറ്റ് ഈസ് സ്ലാഗ് ഹീപ്പ്. ഐ കാൺ, മൈ ഗോഡ്, വെയിറ്റ് ഇടയ്ക്ക് നിങ്ങളുടെ മെസ്സേജ് മിസ്സായി പോകുന്നുണ്ട്. ഗാർബേജ്. ഓക്കെ, വാട്ട് ഫ്യൂച്ചർ അവേറ്റ്സ് ദീസ് ചിൽഡ്രൻ? വാട്ട് ഫ്യൂച്ചർ അവേറ്റ്സ്? ആർ യു എക്സ്പെക്ടിങ് എനി ഫ്യൂച്ചർ ഓൺ ദീസ് ചിൽഡ്രൻ? സി ഇറ്റ് മീൻ, ഐ എം സോറി, യെസ്, വാട്ട് ഈസ് ദ എക്സ്പെക്ടേഷൻ? Of course there is, but what is that? Yeah, poverty, starvation and ill health await the children living in slums, of course, right? Yeah, don't write question ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റോടുകൂടി തരും. അപ്പോൾ നമ്മൾ great, I am expecting great future. Please don't do that. What are the expectations? Poverty, starvation and ill health. Very good. Name of the figure of speech used in the third line. What it will be again? Simile. Okay, simile. Yes. Now the next question, it's from 2019 again. The lines are, on their slag heap these children from that where skins peep through ... so blot their maps with slums as big as doom. Okay, so it's from on their slag heap mudal, so blot their maps with slums as big as doom. അവിടെ വരെയുള്ള കുറച്ച് ലൈൻസിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് 2019 വന്ന ക്വസ്റ്റ്യൻസ് 4 ഇപ്പോൾ വയ്ക്കും. ഓക്കെ, സിമിലി. യെസ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. റൈറ്റിംഗ് സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യോ? റൈറ്റിംഗ് സെക്ഷനിലെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അഗെയിൻ പ്ലേലിസ്റ്റിൽ പോവുക, റൈറ്റിംഗ് സെക്ഷനിലുള്ള പ്ലേലിസ്റ്റ് കാണും, അതൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷത്തിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. Could you please check that one in writing section again? Anyway, let me do this one right now. Yeah, so the question is, name the poem and poet again. Which image is used to describe the poverty of the children? I love that question. Which image is used to describe the poverty of these children? Yes, which image? Their bones can be peeped through their skins. See the answer? Their bones can be peeped through their skins. Yeah, so which resembles, which shows the poverty of the children. Yes. Again. I want. Okay. What sort of life do these children lead? Yes, we know. The slum children are leading a miserable life in dirty slum. A miserable life in dirty slum. Yes. Skin peeped the robots. Wow, I love it. Now, identify and name the figure of speech used in this line. Again, the figure of speech used in line 3 is simile. Okay? സിമിലി ആണ്. അപ്പോൾ സിമിലി നന്നായി പഠിച്ചു പോകാൻ, അതിന് കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. അല്ല, ആ ഒരു പിന്നെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും, യാതൊരു സംശയമില്ല അതിൽ. ഓക്കെ, ജസ്റ്റ് ആ വീഡിയോ കാണാൻ മറക്കരുത്. ഇതൊക്കെ ലൈവൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് റൈറ്റിംഗ് സെക്ഷനിൽ പോവുക, ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണുക. ഫിഗർ ഓഫ് സ്പീച്ചിൽ പോവുക, ഒന്ന് ഓടിച്ച് കാണുക. നമ്മുടെ വീഡിയോ പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, അത് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് അവിടെ പിൻ ചെയ്ത് വെക്കാൻ പാകത്തിനാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെ ഇരുന്ന് ഹാങ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മനസ്സിലായ? എപ്പോഴും ഫ്രീ ആയിട്ട്, ഞാൻ പറയല്ലേ, നമ്മുടെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും കയ്യിൽ പെന്നും പെൻസിലും ഉണ്ടാവും, പേപ്പറും പെന്നും ഉണ്ടാവുക. ജസ്റ്റ് എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അപ്പം കൊണ്ട് എഴുതിയെടുക്കുക, തീർന്നു. പിന്നെ ഒരു സമയം കാണരുത് പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പം തന്നെ പഠിക്കുക. ഓക്കെ, സോ അൽഹംദുലില്ലാ നമ്മൾ ആൻ എലിമെൻ്ററി സ്കൂളിൻ്റെ ക്ലാസ് റൂമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറയാറില്ലേ, ഇനി ഇത് പഠിക്കലില്ല കേട്ടോ, ഇപ്പോൾ ഇതിലൂടെ പഠിച്ച് പോവുകയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ടു കീപ്പിംഗ് ക്വയറ്റ് ബൈ പബ്ലോ നെരൂഡ. ഓക്കെ, അതിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ അല്ലേ?
യെസ്, ഈ ഡിസ്കഷനിലൂടെ നിങ്ങളെന്നെ കേൾക്കുന്നതിലൂടെ നിങ്ങൾ എന്നോട് ആൻസർ ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിച്ചു. ഓക്കെ, യാ, അത്രേ ഉള്ളൂ. കാരണം നാളെ എക്സാമാണ്, നമുക്ക് അധികം സമയമില്ല. പിന്നെ നിങ്ങൾ അധികം ഹറിബറി ഒന്നും ആവും വേണ്ട കേട്ടോ. നന്നായി റിലാക്സ് ചെയ്യുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറില്ല എക്സാമാണെന്ന് കരുതിയിട്ട് ഓവർ ടെൻഷനോ അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ജസ്റ്റ് റിലാക്സ് ചെയ്യുക, പോവുക, എഴുതുക, വരിക, അത്രേ ഉള്ളൂ. ഓക്കെ, റിലാക്സ് ചെയ്യുന്നതോറുമാണ് കൂടുതൽ നറിഷ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോഴേ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ടെൻഷനും ഹർബറി ആയി കഴിഞ്ഞാൽ കയ്യിലുള്ള സ്റ്റോക്ക് അതെടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, യാ, ഓക്കെ 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 ഓക്കെ. നൗ നെക്സ്റ്റ്. സോ പ്ലീസ് ടേക്ക് കീപ്പിംഗ് ക്വയറ്റ്. ആർ യു റെഡി വിത്ത് കീപ്പിംഗ് ക്വയറ്റ്? ബോറടി തോന്നുന്നുണ്ടോ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് പോകുന്ന കാരണം? പക്ഷെ എന്താ ചെയ്യുക, സാരില്ല, നമുക്ക് നാളത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും, ഓൾവേസ്. ഓക്കെ, എല്ലാവർക്കും എല്ലാ വിശ്വസും ഉണ്ട്, എപ്പോഴും പ്രാർത്ഥന എല്ലാം ഉണ്ട് കേട്ടോ. ഡോണ്ട് വറി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫ്, നമ്മുടെ ആക്ടിവിറ്റീസാണ് നമ്മുടെ പ്രയർ എന്ന് പറയുന്നത്. നിങ്ങൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിയിരിക്കും, അത്രേ ഉള്ളൂ. ഡോണ്ട് വറി അറ്റ് ഓൾ. യെസ്, വെർ വി ആർ നൗ ഗൈസ്. യാ, അപ്പോൾ റെഡി, വെരി ഗുഡ്. ഓക്കെ, സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം 2016 വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻസസ് ഫോർ കോംപ്രിഹെൻഷൻ ഒന്ന് വായിക്കാം. ഐ മീൻ, നൗ വി വിൽ കൗണ്ട് ടു 12 ആൻഡ് വി വിൽ ഓൾ കീപ് സ്റ്റിൽ. ഫ്രം ദാറ്റ് വൺ ടു let's stop for 1 second and not move our arms so much. You know this, I love this poem. എന്തൊരു നല്ല പോം ആണല്ലേ ഇത്. നിങ്ങളത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കും. ഇത് കേൾക്കാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? I love it. ഓക്കെ, അപ്പോൾ നമ്മുടെ എവിടെ വരെ എല്ലാം നമ്മൾ നോക്കുന്നത് not move our arms so much. ഓക്കെ, not boring at all. Oh, so thank you so much. Yeah, നമ്മൾ ഒരുമിച്ച് പഠിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ കണ്ടില്ല പുസ്തകം നോക്കി എനിക്ക് പറഞ്ഞിരുന്നു. ഞാൻ പഠിക്കുന്നു, നിങ്ങളും പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, കം ബാക്ക്. അപ്പോൾ അഗെയിൻ നൗ വി വിൽ കൗണ്ട് ടു 12. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോട്ട് മൂവ് അവർ ആം സോ മച്ച്. അവിടെ നിന്ന് നമുക്ക് 2016 വന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ലോങ് ഡസ് ദ പോയറ്റ് വാണ്ട്സ് ടു സ്റ്റേ സ്റ്റിൽ? ഹൗ ലോങ് ഡസ് ദ പോയറ്റ് വാണ്ട്സ് ടു സ്റ്റേ സ്റ്റിൽ? എനി ആൻസർ? So simple. There is number. Wow, 12. Very good. I love it. Yes, 12. Yeah. So the answer, the poet wants to keep still he counts 12. Yeah, see, wow. Yeah, I love answer. That's very nice. Yeah, very good. Okay, why does he ask us to keep still and not use any language? Yeah, why does he ask to keep still? Still means stationary, I mean quiet. Yeah, and don't open your mouths. We need to be stationary. Why? Yes, people of this world use unnecessary debates and disputes. The poet urges them to poet urged them to stop speaking in any language. You know, ഇപ്പം പറയണ്ട, എന്നാൽ കുറച്ച് പറയും. അത് എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ പറയണല്ലേ വല്ല ബുദ്ധിമുട്ടാണ്. ശരിക്കും നമ്മൾ കാണുകയാണ് അല്ലേ, അൺവാണ്ടഡ് ഡിസ്കഷനൊക്കെ ടി വിയിലൊക്കെ കാണാറില്ലേ? ഞാൻ ആലോചിക്കാറുണ്ടോ, അയ്യോ എന്തിനാണ് ആൾക്കാർ ഒരു പ്രാധാന്യമില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള സമയം കളയുന്നത്? നിങ്ങളങ്ങനെ ആവരുത് കേട്ടോ. ഓക്കെ, ഇവരെന്തെങ്കിലും ആയിക്കോട്ടെ, ഇറ്റ്സ് ഡൺ ഓൾറെഡി. നമ്മളാണ് നെക്സ്റ്റ് ജനറേഷൻ, അതായത് നമ്മളാണ് ദ പ്രോമിസ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. സോ ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. യാ, ടൈം ഈസ് മണി ആൻഡ് പ്രഷ്യസ്. യുനോ, ഒരാവശ്യമില്ലാത്ത വളരെ സില്ലായിട്ടുള്ള കാര്യങ്ങൾ വലിയ കാര്യമൊക്കെ എടുത്ത് ഇരുന്ന് ഡിസ്കസ് ചെയ്യണേ, ചർച്ച ചെയ്യണേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദർ ഇസ് നത്തിങ്, റൈറ്റ്? യെസ്. One second അല്ലേ മാം, വാട്ട്സ് ദാറ്റ്? ഓക്കെ, how long does the poet wants? Okay, പറഞ്ഞു. Why does he ask us to keep? Yes, പറഞ്ഞു. What does the poet mean by no move our arms so much? It's very important. What does the poet mean by not move our arms so much? What's the answer? Men have moved their arms only to harm others. Men have moved their arms only to harm others. So they shouldn't move their arms so much. Okay, arms. Okay, so much. Because for what? To abandon or to stop harming others. Not to take weapons. Very good. Yeah, I love your answer. You know, your answer is very simple than mine actually. Yeah, thank you for that. Remain motionless to avoid harm. Oh my God, this is the answer. I love it. Now, where we are, next question is 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
2016 question ചോദിച്ചിരിക്കുന്നത്. It is starting from those who prepare green wars മുതൽ in the shade doing nothing. Okay, അവിടെ വരെയുള്ള lines എന്ന് വന്ന question. What are green wars? First question. What are green wars? Green wars are wars launched to destroy the biological resources and vegetation of a particular area. We know that, right? Yeah. Stop degradation wars. Yes. Environmental war. Yes. For what the purpose? It's to destroy the biological resources and vegetarian of the particular area. We know that. I think we by science war against nature. Okay, here the second question. Why does victory became meaningless? Why does victory became amazing question is that. Why does victory became meaningless? Victory became meaningless when no survivors are left to celebrate it. Of course, like നമ്മളത് എനിക്ക് ഓർമ്മയുണ്ട് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ യുദ്ധം ചെയ്ത അവസാനം ആരുമില്ല, എല്ലാവരെയും കൊന്നൊടുക്കി, എല്ലാ റിസോഴ്സും നഷ്ടപ്പെട്ട്, ദർ ഇസ് നത്തിങ്, നോ മെൻ, നോ റിസോഴ്സ്, നോ വേൾഡ്, ദെൻ ഫോർ വാട്ട് ദ വിക്ടറി, റൈറ്റ്? യെസ്. നല്ല ആശയങ്ങളാണല്ലേ, വെരി ഗുഡ്. നിങ്ങളെല്ലാവരും ഇത് നമ്മളൊക്കെ ഇത് ശരിക്കും അവിടെ കീപ്പ് ചെയ്ത് വെക്കണേ. യാ. വാട്ട് ഈസ് ദ പോയറ്റ്സ് അപ്പീൽ ടു ദ വാർ mongers? Yeah, the poet advises the war mongers to give up thinking about wars, to give up, to avoid thinking about the wars and enjoy the beauty of nature lying quietly in the shade of trees. Yeah, just enjoy the nature, just feel the pampering of nature and just give up the war or the thought of the war, right? Yes. Now, what does the poets appeal to the war? Mention the significance of keeping quiet. Very, very nice question, by the way. The significance, even though answer is very simple, but the question is really important. Mention the significance of keeping quiet. Keeping quiet is very significant. Indecent haste and verbal wars lead only to quarrels and disputes. Yes, yeah, it leads to disputes and quarrels. So keeping quiet is a bit important. Introspective. Yeah, to analyze ourselves. Yeah, importance is what is the purpose of being quiet? To analyze ourselves. Introspective. I love the answers, you know. Logically and നല്ല standard answers ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. I love it actually. Yeah. Next question, guys. CBSE question 2019 വന്നിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസും കൂടി വായിക്കാം. Who are those in line 1? Who are those? Those mentioned in the first line are the rulers and warmongers who wants to destroy this world with green wars and wars with gas. Okay? These are those in these lines. Yes. Now, what are green wars? Green wars, again, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Explain victory with no survivors. The same that നമ്മളിപ്പോൾ പറഞ്ഞ is achieved, but there will no survivors left to celebrate the victory. Yes. And what is the significance of put on clean clothes? Put on clean clothes. Yeah, അത് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. It means that they will clear themselves from their sins and the stigma of waging green wars and war with, yes, so war with gas. So a purification from the sins and all these disputes, whatever, right? That's the meaning of put on clean clothes. Yes. New starts, very good. New start, rebirths, restarts, new starts. I like that one. Yeah, meaningful. Yes, all poem. Yeah, true. Yes, നമ്മളത് എങ്ങനെ എൻജോയ് ചെയ്യും, നമ്മളത് എങ്ങനെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതിലാണ് എല്ലാം മീനിങ്ഫുൾ ആണ്. മാത്രമല്ല നമുക്കും കുറച്ച് വാല്യൂസ് അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. That's another great thing, right? Yeah. Okay. Now 2019 question. Whom does the word those refers to? Again നമ്മൾ പറഞ്ഞു those mentioned the first and നമ്മൾ പറഞ്ഞില്ല rulers, അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞതാണ്. What does the poet mean by putting on? Again, I think this repeated the same question. Just two more questions. ഈ 2 questions നമ്മൾ പറഞ്ഞു. What does the poet mean by put on clean clothes? Describe the irony in the third line. Okay, in the third line, what's the irony there? It is rather ironical that those who caused destruction by waging green wars and wars with gas will be successful in justifying their evil designs. Will be successful in the evil designs. Yeah. So at the end of the day, again, they are not achieving anything, right? Yes. That's the irony there. And next question. What can a person walk about with their brothers? What can a person walk about with
their brothers. A person can walk about with their brothers when he is able to justify his evil designs again. When he is able to justify his evil designs, yes. Then, yeah, that's it. And this is important. Perhaps what question? Yes. Here lines ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഫോക്കസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണിത്. Perhaps the earth can teach us as when everything seems dead and later proves to be alive. Now I will count up 12, yeah, and you keep quiet and I will go. That's the last line, right? Yes, bit important. And yeah. So the question is, what does the earth teach us? What does the earth teach us? The earth teaches us that there is always life under apparent stillness. Total inactivity should not be confused with death. Yes, it shouldn't be confused with death. I think നമ്മളെ പോം എടുക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഒരു ടോട്ടൽ ഇനാക്ടിവിറ്റി which doesn't mean it's death or it's the end. But yeah, there is life under that calmness, that quietness. Okay, the stillness. Stillness means that motionless. Yes. Then this is what the earth teaching us. Okay, അപ്പോൾ നമ്മൾ അല്പനേരം ഒന്ന് സ്റ്റിൽനെസ് ആയി എന്ന് കരുതി അതിനൊരിക്കലും എല്ലാതിൻ്റെ അവസാനം എന്നോ ഡെത്ത് ഒന്നും അർത്ഥമില്ല. സ്റ്റിൽ ദർ ഇസ് ലൈഫ്. അതാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ എർത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. യെസ്. What does the poet count up to 12? The poet counts up to 12 because the 12 figures on the watch represents the movement of time. So നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ it's a circle, I mean cycle, you know, it's keep rotating, so no need to be hurry. അതാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പോയത്തിൻ്റെ ഇത് പറയാൻ പോകും. സോ ആ പോയത്തിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് why it's 12 years. ഇനി എന്താ അടുത്ത what will keeping quiet help us to achieve? Yeah, keeping quiet will help us in creating a feeling of mutual understanding and introspection among human beings. It will keep us away from harmful activities. So simply answer. Okay, അവളെ സിമ്പിളായിട്ട് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റിംഗ് ഗ്രാമർ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ടു ദ പ്ലേലിസ്റ്റ്, യു വിൽ സീ ദേർ. What else? So കീപ്പിംഗ് ക്വയറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കീപ്പിംഗ് ക്വയറ്റിലെ ലാസ്റ്റ് ലൈൻസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ആ ലാസ്റ്റ് ഭാഗം ഒന്ന് നോക്കി ഒന്നുകൂടി കേട്ട് നോക്കൂ, അപ്പം നിങ്ങളുടെ ഈ സംശയം തീരും. ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡൗട്ട്സ് വരാവുന്ന. ഓക്കെ, ഷാൽ വി കണ്ടിന്യൂ? അടുത്തതിലേക്ക് പോകണോ? ദ തിങ് ഓഫ് ബ്യൂട്ടി ഉണ്ട്. അവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, അവിടുന്ന് ആകെ കുറച്ചേ ഉള്ളൂ. തിങ് ഓഫ് ബ്യൂട്ടി ചെയ്താലോ? അത് കഴിഞ്ഞാൽ ടൈഗർ ആൻഡ് ജെന്നിഫർ ടൈഗർ. വാട്ട്സ് ദ ടൈം? ഓക്കെ, വി ഹാവ് ടൈം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? യെസ്. ഓക്കെ, ഫൈൻ. പറയണേ. ഓക്കെ, ആ ചാപ്റ്റർ ഇല്ലല്ലോ. വിച്ച് ചാപ്റ്റർ? ഏതാ ഇല്ലാത്തത്? ആ തിങ് ഓഫ് ബ്യൂട്ടി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഏതാ? കീപ്പിംഗ് ക്വയറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തിങ് ഓഫ് ബ്യൂട്ടി ഉണ്ടല്ലേ? ഉണ്ടല്ലോ അല്ലേ? തിങ് ഓഫ് ബ്യൂട്ടി സിലബസിൽ ഇല്ല അല്ലേ? ഓക്കെ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വേണ്ട, അപ്പോൾ നമുക്കത് വിടാം. ഓക്കെ, ഫൈൻ. എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. നോ പ്രോബ്ലം. നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് അറിയും തോന്നണു, ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കണില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചില അപ്ഡേഷൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകാറുണ്ട്. റോഡ് സൈഡ് സ്റ്റാൻഡ് ഇല്ലയെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് എനിക്ക് അപ്ഡേഷൻ തരുന്നത്, ആക്ച്വലി ഇമെയിലായിട്ടും മെസ്സേജസ് ആയിട്ടും. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആൻഡ് ജെന്നിഫേഴ്സ് ടൈഗർ. അടിപൊളി പോയാ? ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. എന്തെങ്കിലും ഇതുപോലെ അപ്ഡേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യണം കേട്ടോ. കാരണം ഒന്നാമത് ഞാൻ നാട്ടിലില്ല, രണ്ടാമത്തത് സ്കൂളിൻ്റെ പരിസരത്തും ഇല്ല, അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഓക്കെ, എവിടെ ഓൺ ജെന്നിഫേഴ്സ് ടൈഗേഴ്സ്. ഓൺ ജെന്നിഫർ ടൈഗേഴ്സിൻ്റെ പോയം എല്ലാവരും കണ്ടതാണോ? വീഡിയോ കണ്ടതാണോ? എങ്ങനെ ഉണ്ടായിരുന്നു?
അത് കുറച്ച് ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പോയത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ സുരക്ഷ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആർക്കാ? പെൺകുട്ടികളെക്കാളും പെണ്ണുങ്ങളെക്കാളും, ഐ മീൻ സ്ത്രീകളെക്കാളും. യെസ്, ആണുങ്ങൾക്കാണ് അല്ലേ? യെസ്. അപ്പോൾ യു ഹാവ് ടു ബി തോളോട് തോള് നിൽക്കണം അല്ലേ? യാ, നിങ്ങൾ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇവിടെ ഈ ഇഷ്ടം പോലെ ന്യൂസ്, ഹൈ സ്ത്രീധനം, അത് ഇത്, നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ദിസ് ഈസ് ലവ്. ഹാ യു ഗൈസ് ലുക്ക് അറ്റ് അസ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഞങ്ങൾ ഫ്രണ്ട്സാണ്, നമ്മളെല്ലാവരും സെയിം ആണ്. അവരാണ്, നമ്മൾ പെണ്ണ്, പക്ഷേ വി ആർ സെയിം, റൈറ്റ്? യാ, ആണില്ലാതെ പെണ്ണുമില്ല, പെണ്ണില്ലാതെ ആണുമില്ല. അപ്പോൾ സെയിം ഇമ്പോർട്ടൻ്റ് ആണ്. കാണിച്ചു കൊടുക്കണം കുട്ടികളെ. ഞാൻ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, വിഷമല്ല, ഒരു തരം ഫീലിംഗ് ആണ്. അയ്യോ, ഇത് സ്റ്റിൽ ഇപ്പോഴും കാലം വളർന്നിട്ടും ജനങ്ങൾ, ആൾക്കാർ വളർന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം എൻ്റെ കുട്ടികൾ, നിങ്ങൾ കാണിച്ചു കൊടുക്കണം, ഇതിങ്ങനെ വേണം ജീവിക്കാൻ. ഓക്കെ, കം ബാക്ക്. ഓക്കെ, ഓൺ ജെന്നിഫേഴ്സ് ടൈഗേഴ്സ്. ഹിയർ യു ഗോ. Important stanzas for comprehension. On Jennifer's tigers prance across a screen മുതൽ they pace in sleek chivalric certainty. ഓക്കെ, അവിടുന്ന് നമുക്ക് പേജ് നമ്പർ 103 നിങ്ങൾക്ക് കിട്ടും. അവിടെ CBSE ക്വസ്റ്റ്യൻ 2010 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻസസ് ആണ്, ബൈ ദ വേ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ 2010 അഗെയിൻ 2017 അതിലൊക്കെ വന്നിട്ടുള്ളതാണ്. വൈ ആർ ദ ടൈഗേഴ്സ് കോൾഡ് ആൺ ജെന്നിഫേഴ്സ് ടൈഗേഴ്സ്? എന്താ ആൺ ജെന്നിഫേഴ്സ് ടൈഗേഴ്സ് എന്ന് പറയാൻ കാരണം? ദേ ആർ കോൾഡ് സോ ആസ് ദേ ആർ ദ ക്രിയേഷൻസ് ഓഫ് ആൻ ജെന്നിഫേഴ്സ് ഹെർസെൽഫ്. യാ, അതൊരു ക്രിയേഷനാണ് അല്ലേ? തുന്നിയെടുത്ത ക്രിയേഷനാണ്. അപ്പോൾ അല്ലാണ്ട് ആൻ ജെന്നിഫറിൻ്റെ വീട്ടിലെ പെറ്റ്സ് ഒന്നല്ല ഈ ടൈഗർ. യെസ്. ഹൗ ആർ ദേ ഡിസ്ക്രൈബ്ഡ് ഹിയർ? ദേ ആർ ജമ്പിങ് ഓവർ ദ സ്ക്രീൻ ആൻഡ് ആർ കോൾഡ് ദ ഡ്വെല്ലേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്. വിഹരിക്കുകയാണ്. ഡ്വെല്ലേഴ്സ് മീൻസ് ഫ്രീ. ദേ ആർ ഫ്രീ. യെസ്. How are they different from Aunt Jennifer? How are they different from Aunt Jennifer? Very, very important question. Yes. Aunt Jennifer is cool and patient while her tigers are aggressive and agile. Yes, yeah. It's not... അവരൊരിക്കലും ഇത് ഇല്ലാട്ടമാണ്. അയ്യോ, ആൺ ജെന്നിഫർ പഠിക്കാനില്ലേ? ഉറപ്പാണോ? ആ ചാപ്റ്റർ ഇല്ല, അതൊന്നുമില്ല. ഓക്കെ. ഓ, താങ്ക് യു. എല്ലാവരും കൂടി എന്നെ ഓക്കെ, താങ്ക്സ് സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതില്ല അല്ലേ? ഓക്കെ, നന്നായി ഞാൻ സ്ക്രീനിലേക്ക് നോക്കിയത്. ഓക്കെ, ഫൈൻ. Who is this Sahal? How? Okay, dear. I'm very sorry. I'm very, very sorry. Okay, sorry for my mistake. So done. Okay, I think അപ്പം നമ്മൾ എടുത്ത് കഴിഞ്ഞോ? ഓക്കെ, എനിമി പറയോ? എനിമിയിൽ MCQs ആണോ? നോക്കാലോ, നോ പ്രോബ്ലം. എനിമി ഭയങ്കര ടഫാണോ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ ഇത് നിർത്തുകയാണ്. അത് ഐ മീൻ പോം കഴിഞ്ഞു കേട്ടോ. 2 ചാപ്റ്റർ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു അതില്ലാന്ന്. ഇനി ഏതാ വേണ്ടത്? പെട്ടെന്ന് പറഞ്ഞോളൂ. എനിമി. ഓക്കെ, അധികം ആൾക്കാർക്കും എനിമി വേണം. ഓക്കെ, കീപ്പിംഗ് ക്വയറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. കീപ്പിംഗ് ക്വയറ്റ് കഴിഞ്ഞു. ലൈവ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണുക, അപ്പോൾ കിട്ടും കേട്ടോ കീപ്പിംഗ് ക്വയറ്റിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എനിമിയിലേക്ക് പോകാം. നോക്കട്ടെ, എനിമി വേറെ അറിയൂ. എനിമി നോക്കാം. എനിമി ഇവിടെ ഉണ്ട്. ഇതിൽ MCQs അല്ലേ? എനിമിയുടെ വീഡിയോസൊക്കെ ഇച്ചിരി ലെങ്തിയാണ്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, അത് ഇത് കുറച്ച് ലെങ്തിയാണ് ആ ചാപ്റ്റർ, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. പക്ഷേ അത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിർബന്ധമായിട്ട് ഞാൻ എപ്പോഴും പറയേണ്ടിയിരുന്നു വായിക്കണം എന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. കാരണം നമ്മൾ സ്റ്റോറി പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വായിച്ചില്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റില്ല. വായിച്ചവർക്ക് എളുപ്പമായിരിക്കും നിർബന്ധമായിട്ടും. അപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ MCQ പറഞ്ഞു പോകാം. MCQ പറയുമ്പോൾ കുറേ ഉണ്ടാവുമായിരിക്കും. അതല്ലെങ്കിൽ മെയിൻ പോയിൻറ്റ്സ് പറയാം. ഞാനൊരു 32 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ആ മെയിൻ പോയിൻറ്റ്സ് വായിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു ഷോർട്ട് സമ്മറി പോലെ കിട്ടും. അപ്പോൾ അതും നിങ്ങളെ MCQ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, എങ്ങനെ ആയാൽ മതി? MCQs വേണോ മെയിൻ പോയിൻറ്റ്സ് വേണോ? മെയിൻ പോയിൻറ്റ്സ്. എനിക്ക് തോന്നുന്നത് അതാണ് എനിക്ക് നല്ലത്. കാരണം മെയിൻ പോയിൻറ്റ്സ് ആകുമ്പോൾ നമ്മളെല്ലാം കവർ ചെയ്യും. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ MCQ നോക്കാം കേട്ടോ. കാരണം ശ്രദ്ധിച്ചിരിക്കുക ഈ മെയിൻ പോയിൻറ്റ്സ്. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ MCQ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര വലിയ പ്രോബ്ലം അല്ല. നമ്മൾ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ലക്കിയാണ്, ഈ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, യാ. സോ മെയിൻ പോയിൻറ്റ്സ് ആർ ഹിയർ. ലിസൺ everybody, please focus. Yeah,
Dr. Sadao Hockey's house was built on a spot at Japanese coast. Sadao's education was the main concern of his father. We are starting from the first. Just I'm reading. Please keep focus. He had been sent to America at the age of 22 to learn of surgery and medicine. He had met Hannah in America. His father would not have received her unless she had been pure in her race. Their marriage had been arranged in the old Japanese way. Now they had two children. Both of them saw a man crawling on his hands and knees. They saw stains of blood on the sand. The man was wounded. He was a white man with a rough yellow beard. Dr. Sadao found that a gun wound had been reopened. Dr. Sadao packed the wound with the sea moss. The man cried in pain, but he remained unconscious. They were in a fix. If they have sheltered to a white American in their house, they could be arrested. If he was turned away, he would certainly die. Who? This wounded man. The man was an American sailor and a prisoner of war. He was their enemy, as all Americans were their enemies at that time. Yes. Dr. Sadao and Hannah decided to carry the man into the house. The man would die if he was not operated on. Even the servants didn't cooperate, Dr. Sadao and Hannah. They didn't want an enemy soldier saved. Hannah cleaned his breast and face with hot steaming water. She helped her husband to turn the man, and he began to wash the man's back carefully. With the cleanest and most precise of incisions, the bullet was taken out from the body. The young man awake. He was very weak and terrified. Hannah asked him not to be afraid. They didn't want to save an enemy, but human consideration made them save his life. They didn't want to save an enemy, but then maybe you will have a question, why then? Because human consideration made them to save his life. The man looked barely 17. He asked what they were going to do with him. Yes, because the man was very anxious. Then, being a doctor, Sadao was trained not to let a man die, of course. So that's why Sadao saved the man, because he's a doctor. However, the saving an enemy was nothing less than an act of trickery. Sadao examined the wound carefully every morning. At last, the last stitches had been pulled out. So they treated him very generously. The old general thought it best to have the American quietly killed, and they planned to kill them. Yes, he could send 2 of his men to kill him that night. Yes, Sadao agreed that perhaps it was the best things to do. So they are planned to fix the problem, like just kill this enemy. Sadao agreed that Sadao put his boat on the shore that night with food and extra clothing. But what happened? They didn't. The plant didn't work out, and instead of killing this man, Sadao helped this guy to escape. What he did, he put his boat on the shore, and that night with food and extra clothing, he asked Tom, this guy, to row to a little island to freedom, because now the Sadao is helping this guy to escape from his place. Sadao informed the general that the American had escaped. There was no signal from the island. The prisoner had gone off safe, which means അങ്ങനെ നമ്മുടെ prisoner safe ആയിട്ട് അവിടുന്ന് escape ആയി. So എനിമീനെ പ്ലാൻ ചെയ്ത് കൊല്ലതിന് പകരം എന്ത് ചെയ്തു? നമ്മുടെ Sadao escape ചെയ്തു. Okay, the humanity, the human consideration. Yes, yeah. So these are the main points. I hope. Page, please. Important words in all chapters. I think I don't think so. It's possible, my dear. That's why I told you, whenever I'm taking the class, please listen to the class, and after the class you have to read and with
പ്ലീസ് ഗൂഗിൾ ദ വേർഡ്സ് ദാറ്റ് യു ഡോണ്ട് നോ. സോ ഇത്രയും കാര്യത്തിലൂടെ എല്ലാം നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ മാക്സിമം ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും വെറുതെ പറയല്ല. നമ്മൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ആ ക്ലാസ് നിങ്ങൾ അപ്പം തന്നെ വായിച്ചു കഴിഞ്ഞു, അതിൻ്റെ അറിയാത്ത ക്വസ്റ്റിന് പിന്നെ വേർഡ്സ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഒരു മീനിങ് അല്ല നിങ്ങൾക്ക് കിട്ടുക, അതിൻ്റെ സിനോണിംസ് കിട്ടും. അപ്പോൾ എത്രയോ വേർഡ് നിങ്ങൾ കളക്ട് ചെയ്ത്, അപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഇങ്ങനെ ഉദ്ദേശങ്ങളുണ്ട്, ഇങ്ങനെ പറയണതിൻ്റെ പിന്നിൽ, മനസ്സിലായ? അതുകൊണ്ടാണ് കേട്ടോ. PDF ഇടാൻ പറ്റുമോ? ഇല്ല, വീഡിയോ ഇടാൻ പറ്റില്ല. ഞാനിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ഒരു ഹാഫ് അവർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും വീട്ടിൽ. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു ഈവനിങ് അല്ല, ആഫ്റ്റർനൂൺ ആയി ഞാൻ ജോലിക്ക് പോകും. പിന്നെ ഞാൻ രാത്രി തിരിച്ചു വരിക. എൻ്റെ കയ്യിൽ ഒരു ഫുൾ ഡേ ഇല്ല, മനസ്സിലായി? അപ്പോൾ ഞാൻ ഈ മോർണിംഗിലെ ഫസ്റ്റ് അവറാണ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പം എൻ്റെ ചെറിയ ഭാവമൊക്കെ എഴുന്നേറ്റുണ്ട്, അവനൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നാളെ എക്സാം അല്ലേ എന്ന് കരുതിയിട്ട് എല്ലാം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, മനസ്സിലായി? അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഫുൾ ടൈം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷേ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, മനസ്സിലായ? ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുകയാണ് നിങ്ങളുടെ മെസ്സേജസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ടെൻസ്ഡ് ആവരുത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പാഠം വായിക്കുക എന്നുള്ളതാണ്. ഈ പ്രോസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ പോമാണ് കുറച്ച് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പോം ആയിട്ട് വന്നത്. പ്രോസ് എപ്പോഴും വിസ്താസ് ആയിക്കോട്ടെ, ഫ്ലെമിംഗോ ആയിക്കോട്ടെ വായിക്കുക. ഈ MCQൻ്റെ ക്വസ്റ്റ്യൻ 1 by പോണേക്കാൾ എത്ര ബെറ്റർ എന്നറിയും നിങ്ങൾ വീണ്ടും വായിച്ച പാഠം തന്നെ ഒന്നും കൂടി വായിക്കുന്നത്. കാരണം ഓരോ തവണ വായിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിലേക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് കയറിക്കൊണ്ടിരിക്കും, ഐഡിയാസ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ MCQ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ആൻസർ. അപ്പോൾ അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വഴി എന്ന് പറയുന്നത് വായിക്കുക എന്നുള്ളതാണ്. പ്രോസല്ലേ സിമ്പിളി ഇരുന്ന് വായിച്ചാൽ പോരെ. അപ്പം അതിനാണ് ആദ്യം നമ്മൾ ലെസൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്തത്. എക്സ്പ്ലനേഷൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താ വായിക്കുക എളുപ്പം. പണ്ടൊക്കെ ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷൊന്നും അധികം അറിയില്ലായിരുന്നു. +1 പഠിക്കുമ്പം ഞാനൊക്കെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചാൽ പിന്നെ അരമണിക്കൂർ എടുക്കും അർത്ഥം. ഡിക്ഷണറി, അന്ന് ഗൂഗിളൊന്നും ഇല്ല, ഇൻ്റർനെറ്റും ഫോണൊന്നും ഇല്ല. ഡിക്ഷണറി വെച്ചിരുന്ന് ഓരോ വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് ആദ്യം എഴുതി വെച്ച് പിന്നെയും വായിക്കണം. എന്ത് കഷ്ടപ്പാടാണ്. ഇന്നിപ്പോൾ എന്ത് ഈസി നിങ്ങൾക്ക് പഠിക്കാം. മലയാളത്തിലെ എക്സ്പ്ലനേഷൻ കേൾക്കണു, ബുക്ക് എടുക്കണു, വായിക്കണു, അറിയാത്തത് ഗൂഗിൾ ചെയ്യുന്നു, വരുന്നു പിന്നെ അർത്ഥങ്ങൾ. സിമ്പിളല്ലേ, കുറച്ച് സമയം മതി. ഞങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈസിയാണ്, മനസ്സിലായ? അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോയാലും നമ്മളവിടെ ജനറൽ ഇംഗ്ലീഷൊക്കെ ഉണ്ടാവും, അപ്പോഴും ഇതുപോലെ ചെയ്യണം കേട്ടോ. എപ്പോഴും വായിക്കുക. ഇനി ഈ മലയാളം എക്സ്പ്ലനേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് ആദ്യം നിങ്ങളെ കണ്ടൻറ്റ് മനസ്സിലാക്കിയല്ലോ, പിന്നെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈസി. അപ്പോൾ നിങ്ങൾക്ക് ബോറി ഇതൊന്നും മനസ്സിലാവില്ല, അടച്ചു വയ്ക്കാമെന്ന് തോന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലെ പർപ്പസ് എന്താ, എനിക്ക് ഇനി ഇത് മനസ്സിലാക്കിയിടാം, കോംപ്രിഹെൻഷന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അർത്ഥങ്ങളൊക്കെ ഒപ്പം നോക്കി പോവുക. ഓക്കെ, അങ്ങനെ ചെയ്യണം. അത് ഞാൻ മാറ്റില്ല. ഞാൻ ഒരിക്കലും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഓരോ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തരിക അങ്ങനെ ചെയ്യില്ല. സോറി. കുറച്ച് പണി നിങ്ങൾക്ക് ഇരിക്കട്ടെ. ഇനി എന്താ വേറെ ഏതാ വേണ്ടത്? ഡീപ്പ് വാട്ടർ മെയിൻ പോയിൻറ്റ്സ് പറയാമോ? ഡീപ്പ് വാട്ടറിലെ മെയിൻ പോയിൻറ്റ്സ് പറയണോ? ഇതുപോലെ വായിക്കാം. ഓക്കെ, പ്രിഫർ റൈറ്റിംഗ് മോർ ദാൻ MCQ റോങ്. ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാൻ, ആ ഒരു റോങ്നെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് വായിക്കുക. നന്നായി വായിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക്, കാരണം നമ്മൾ ഒരു 3-4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. പിന്നെ നിങ്ങളെ ഒരു +2 പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് അങ്ങനെ തെറ്റ് വരുത്തിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത്. എലമെൻ്ററി സ്കൂൾ മെയിൻ പോയിൻറ്റ്സ്, തേർഡ് ലെവൽ എലമെൻ്ററി സ്കൂൾ ഈസ് ഈസി. നമ്മൾ അതിലത്തെ MCQ ചെയ്ത് കഴിഞ്ഞു. ഐ തിങ്ക് നമുക്ക് തേർഡ് ലെവൽ ചെയ്യാം. ഒരു ഹാഫ് മോർ അവർ 8:30 കഴിയാറായില്ലേ? നമ്മുടെ സമയം കഴിയാറായിട്ടാണ്. കുറച്ച് നേരം കൂടി ഉള്ളൂ നമുക്ക്. കാരണം ഓഫീസിൽ പോകേണ്ട സമയമായി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. തേർഡ് ലെവൽ എൻ്റെ കുട്ടികളെ നിങ്ങൾ എന്നെ അവിടെ ഇരുത്തും എന്നാണ് തോന്നുന്നത്. എല്ലാവരും നാട്ടിൽ കേരളത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിൽ നിന്നാണ്? ആലപ്പുഴയിൽ നിന്ന് ഞാൻ മെസ്സേജസ് വായിക്കാറുണ്ട്. നല്ല കണ്ണൂരിൽ നിന്നുണ്ട് അല്ലേ, എനിക്കറിയാം. നോക്കി പല ഭാഗത്തു നിന്നാണ്. റൈറ്റിംഗ് സെക്ഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെയാണ് റൈറ്റിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്
റൈറ്റിംഗ് സെക്ഷന് ചെയ്യുമ്പോൾ അത് നിർബന്ധമായിട്ടും എക്സാമിന് മുന്നേ എല്ലാവരും കാണണം കേട്ടോ ആ വീഡിയോ. അപ്പോൾ ഞാൻ ഇവിടെ ആവർത്തിക്കണില്ല, വെറുതെ സമയം കളയണ്ട. ഓക്കെ, റൈറ്റിംഗ് സെക്ഷൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒരു വീഡിയോ ഉണ്ട്. ജനറലായിട്ട് ഞാൻ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോയിക്കോ, അല്ല കേട്ടിട്ട് പോയിക്കോ. ഇനി തേർഡ് ലെവൽ തേർഡ് ലെവലല്ലേ വേണ്ടത്? തേർഡ് ലെവലാണോ അതോ ഏതാണ്? നമ്മുടെ സ്വിമ്മിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു പാഠം നമ്മൾ ചെയ്തില്ല, അത് ഏതായിരുന്നു? മറന്നു. തേർഡ് ലെവൽ മെയിൻ പോയിൻറ്റ്സ് വായിക്കാം. തേർഡ് ലെവൽ ഒരു മണിച്ചിത്രത്താഴ്, ഒരു നമ്മളെ അവസാനം നമുക്ക് തന്നെ അവസാനം ഒരു വായിച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ലെവലിലാണോ എന്നൊരു സംശയം തോന്നുന്ന ഒരു പാഠം അല്ലേ? ക്രേസി ആയിട്ടില്ല, അതിനങ്ങനെ കണ്ടാൽ മതി. പക്ഷേ ഇറ്റ്സ് ഫണി, ഐ ലൈക്ക് ഇറ്റ്. യാ, സോ ചാർലി, യെസ്, നമ്മുടെ ചാർലി. ഞാൻ ആലോചിക്കും തേർഡ് ലെവലൊക്കെ സിനിമ ആക്കിക്കൂടെ, നല്ല വിറ്റായിരിക്കും. നിങ്ങളിലുണ്ടാവുമല്ലോ കാലിബറിലെ ആൾക്കാർ, പെൻഡിങ്ങിൽ വെച്ചോ, നോട്ടീസ് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ ഇതിൽ ഭാവിയിലെ സിനിമ എഴുത്തുകാരും ഡയറക്ടറൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ, പറയാൻ പറ്റില്ല. തേർഡ് ലെവലൊക്കെ നല്ല ത്രെഡാണ് കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ. ആയിവാ, ഹിയർ വി ഹാവ് തേർഡ് ലെവൽ. ഞാൻ പെട്ടെന്ന് വായിക്കാം കേട്ടോ. മാം, എനിമി ഡീപ്പ് വാട്ടർ തേർഡ് ലെവൽ. എനിമി ഹാർഡ് ചാപ്റ്റർ അല്ല, ഇറ്റ്സ് അതൊരു കുറച്ച് ലോങ് ആണ്. അപ്പോൾ നിങ്ങൾ സിംപ്ലി ആ മലയാളത്തിൽ ഞാനിങ്ങനെ നമ്മൾ സാധാ ടോക്ക് ചെയ്യുന്ന പോലെ ഞാൻ ആ ക്ലാസ് എടുത്തിരിക്കുന്നത്, അതൊന്ന് കേൾക്കുക. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ കഴിഞ്ഞ് നാളെ എക്സാം ഒന്ന് വായിക്കുക, അത് ഓക്കെ. അത്രയും ചെയ്താൽ മതി, അധികം സമയം എനിമിക്ക് വേണ്ടി കളയല്ലേ പ്ലീസ്. After all, it's from Vistas. More focus, it's going to be on Flamingo, right? I think so. Yalla, let's start now. Okay, third level. ഒന്ന് വായിച്ചു പോവാം. Charlie claims to have been on the third level of the Grand Central Station. We know that. The railway നന്നായി ശ്രദ്ധിച്ചിരിക്കുക please. Okay, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. The railway authorities swear that there are only 2 levels at the Grand Central. No one has ever seen the third level. Charlie consults his psychiatrist friend. He tells him about the third level. Who? Charlie tells to his friend about the third level. His friend calls it a waking dream wish fulfillment. What's that? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം. അതായത് നമ്മുടെ മനസ്സിൽ ഉള്ളിലുള്ള ഒരു കാര്യമാണ്, നടക്കില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ, ബട്ട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം നല്ലതുണ്ട്. അപ്പം നമുക്കത് സംഭവിക്കുന്ന പോലെ തോന്നും. ഉള്ളിൽ അതിയായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്, ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല, അങ്ങനെ സംഭവമില്ല ഫിസിക്കലി അല്ലെങ്കിൽ റിയാലിറ്റി ദർ ഇസ് നത്തിങ്, ബട്ട് ഉള്ളിൽ ഭയങ്കര ഡീപ്പാണ് ആ ഒരു ആഗ്രഹത്തിനോടുള്ള. അപ്പോൾ നമുക്ക് തോന്നണേ ഇറ്റ്സ് ഹാപ്പൻ നോ, അതൊരു ഇല്ലൂഷൻ, എന്താണെന്ന് പറയുക, ഒരു ഹലൂസിനേഷൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ഇതാണ്, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് സംഭവം. ശരിക്കും നല്ല ഫണ്ണി അല്ലേ, നല്ല ക്രേസി. ഓക്കെ, actually Charlie doesn't feel at home in the modern world of fear, insecurity and war. Therefore he just escapes into the world of dreams and fancies. See, answers are why he stepping into this world, because he's insecure, he feel insecure. See, ഇതൊന്നുമില്ല, ഞാൻ പറയണം എൻ്റെ വക. കാരണം ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻസും ആൻസറും ഈ പോയിന്റ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യൻസും ഒക്കെ ഇപ്പം തന്നെ കിട്ടും. ഓക്കെ, therefore he just escapes into the world of dreams and fancies. Charlie's friends claims that he has an escapist tendency. His stamp collecting is nothing but a temporary refuge from reality. One day, Charlie is in a hurry to get to his apartment. He takes the subway from the Grand Central because it is faster than the bus. He goes down the steps to the third level. Then he walks down to the second level. The suburban trains leave from there. He goes into an arched doorway heading for the subway and gets lost. He lost. It is quite easy to get lost there. The Grand Central is growing like a tree with endless corridors, doorways and stairs. He finds himself on the third level. Now he finds himself on the third level. It is a different world of gas lights, brass spittoons, derby hats, beards, sideburns and fancy mustaches, which means when he reached the third level, why is like this? അപ്പോൾ തേർഡ് ലെവൽ എത്തിയപ്പോൾ മൂപ്പരാൾക്ക് പണ്ടത്തെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൻ്റെ ആ റേഞ്ചിലേക്ക് എത്തി. ഇതുവരെ കണ്ടോന്നല്ലോ, കുറേണ്ട് നീങ്ങിപ്പോയല്ലോ പിന്നിലേക്ക് എന്ന് തോന്നിപ്പോയി. He wants two tickets for Galesburg
Illinois. The clerk is surprised to see different kinds of notes in Charlie's hands. അപ്പോൾ ബാക്കി കംപ്ലീറ്റ് ക്രിയേഷനാണ് കണ്ട. അപ്പോൾ തേർഡ് ലെവലിൽ എത്തി ചാർലി. അപ്പോൾ ചാർലിനെ പറയാം നോക്ക് എൻ്റെ കയ്യിലെ നോട്ട് കണ്ടിട്ട് ആൾ സർപ്രൈസായി, എന്തപ്പോൾ ഇത് ഒക്കെ ഹൗ, അതായത് ആ റിയാലിറ്റിയിലേക്ക് മൈൻഡ് ബ്രെയിൻ അത്രയും ഇറങ്ങിച്ചെന്നു. അപ്പം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറയാണ്. അതൊരു ഒരു ഒരു എഴുത്തുകാരൻ്റെ കഴിവ് കൂടിയാണ്. അങ്ങനെ അത് ഈ എഴുത്തുകാരൻ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ നമുക്കും ആ ഒരു കൺഫ്യൂഷനും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. യെസ്, he won't say ഇതും സിനിമയ്ക്ക് അടിപൊളി അതിനെ സിനിമാക്കണം ഓഫ് കോഴ്സ്. he won't saying to him that's are not money mister. Charlie turns away and goes out fast. He buys old currency, but he never again finds the corridor that leads to the third level at the Grand Central. His friend Sam Weiner disappears. Nobody knows where. അതിൻ്റെ ഇടയിൽ എന്തുണ്ടായി, സാമിനെ കാണാണ്ടായി. അപ്പോൾ ആൾ തേർഡ് ലെവലിലെത്തി. അവിടെ ചെന്നപ്പോൾ കറൻസീസ് ഡിഫറെൻറ്റ്, തിരിച്ചു വന്നു, പുറത്തേക്ക് വന്നു, മാറ്റിയിട്ട് വരാം. പക്ഷേ വന്നപ്പോഴത്തേക്കും ഹി ലോസ്റ്റ്. പിന്നെ അഗൈൻ തേർഡ് ലെവലിൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ വന്ന് നോക്കുമ്പോൾ സാമിനെ കാണാനില്ല. ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചിന്തിക്കണം, യെസ് യു ആർ വിത്ത് ഹൂം, ചാർലി, നിങ്ങൾ ചാർലിയുടെ കൂടെയാണ്. ഓക്കെ, യെസ്, അത് അപ്പം അങ്ങനെ ആ മൈൻഡിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഹിസ് ഫ്രണ്ട് സാം ഓക്കെ അപ്പിയർ. അപ്പോൾ സാമിനെ കാണാനില്ല കേട്ടോ സീനിൽ. ചാർലി സസ്പെക്ട്സ് ഹിം ടു ബി ഇൻ ഗേൽസ്ബർഗ്. അപ്പോൾ ചാർലി ചോദിച്ചു, ഓ ഇവന് മുങ്ങിയോ, ഇവൻ അവിടെ എത്തിയോ, മറ്റേ ഗേൽസ്ബർഗിലേക്ക് എത്തി. ഹി വാസ് വെരി ഫോണ്ട് ഓഫ് ദ പ്ലേസ് ബിക്കോസ് ഹി നോസ് ദാറ്റ് എവറി ടൈം ചാർലി ഈ പ്ലേസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അറിയാം. സോ നോട്ട് ചാർലി, ഹു ഇസ് ദാറ്റ് ഗായ്, ഈ ഫ്രണ്ട് Sam, yeah. Charlie find out the Sam bought old currency worth $300. He also finds a marked envelope addressed to his grandfather at his home in Galesburg. ഇതിൻ്റെ ഇടയിൽ ആരോ പിന്നെ കമൻറ്റിൽ ചോദിച്ചിട്ടായിരുന്നു ആ സ്റ്റാമ്പിൻ്റെ കാര്യം. അതായത് പണ്ട് ഒരു കൾച്ചറാണ്, ഒരു പുതിയൊരു സ്റ്റാമ്പ് ഇറങ്ങുമ്പോൾ ആ സ്റ്റാമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ കണ്ടൻറ്റും ലെറ്ററൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പോസ്റ്റ് ചെയ്യും. എന്തിനാണെന്നറിയോ, ആ കവറിൽ പിന്നെ സ്റ്റാമ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ആ സംഭവം കേട്ടോ. നമ്മൾ ഇപ്പോഴൊന്നും അങ്ങനെ ചെയ്യില്ല, പണ്ടത്തെ ഒരു സമ്പ്രദായമാണിത്. ഹി ഓൾസോ ഫൈൻഡ് എ മാർക്ക്ഡ് എൻവലപ്പ് അഡ്രസ്ഡ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ഹിസ് ഹോം ഇൻ ഗിൽസ്ബർഗ്. ദ പോസ്റ്റ് മാർക്ക് ഷോഡ് അറ്റ് ദ ഡേറ്റ്. അപ്പോൾ അങ്ങനെ അതിൽ ആ സീലെ ഡേറ്റ് കണ്ടു, 18 ജൂലൈ 1894. ദ ലെറ്റർ വാസ് അഡ്രസ് ടു ചാർലി. അത് അഡ്രസ്സ് ആർക്കുള്ളതായിരുന്നു, ചാർലിക്കായിരുന്നു. അത് എവിടെ, 1894 ആ വർഷം ശ്രദ്ധിക്കണം. സം ക്ലെയിംഡ് ടു ഹാവ് ഫൗണ്ട് ദ തേർഡ് ലെവൽ. അങ്ങനെ സാമും പറയുകയാണ്, യെസ് he claimed to have found third level. He asked Charlie and his wife Louisa keeps looking for the third level. The letter was written and signed by Sam. The most mysterious thing was that Sam was his psychiatrist. ഈ ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾ കുറേ ആൾക്കാർക്കുള്ള ഒരു സംശയത്തിൻ്റെ ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ മോസ്റ്റ് മിസ്റ്റീരിയസ് തിങ്, ദ ചാപ്റ്റർ ഇറ്റ്സെൽഫ് ഇസ് എൻഡിങ് ബൈ ഒരു മിസ്റ്ററി. ഇപ്പോഴും ഒരു മിസ്റ്ററിയിലാണ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ വായനക്കാരുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ എങ്ങനെ അത് വൈൻഡ് അപ്പ് ചെയ്യണമെന്നുള്ളത്. കാരണം ആദ്യം നമ്മുടെ സാമിനോട് ചാർലി പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് തേർഡ് ലെവൽ. പിന്നെ ലാസ്റ്റ് ഈ സ്റ്റോറിയുടെ അവസാനം സാം, അതായത് ഈ സൈക്കാട്രിസ്റ്റും ക്ലെയിം ചെയ്യുന്നുണ്ട് തേർഡ് ലെവലിൽ, ഞാനും കണ്ടു എന്നുള്ള രീതിയിൽ. പിന്നെ ഈ 1894 വന്ന ലെറ്റർ ഇറ്റ്സ് ഫ്രം സാം ടു ചാർലി, റൈറ്റ്? യെസ്. അപ്പോൾ അതാണ് ഞാൻ മണിച്ചിത്രത്താഴ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊണ്ടുവന്നത്. അതിൽ ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു ഡമ്മി ഉണ്ടാക്കിയിട്ട്, അതേപോലെ അവിടെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. അത് എന്തിനാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? അഗെയിൻ വി ആർ ഗോയിങ് ബാക്ക് ടു മണിച്ചിത്രത്താഴ്. എന്തിനാണ് അവിടെ ആ ഒരു ഡമ്മി ഉണ്ടാക്കിയിരിക്കുന്നത്? കാരണം അതിൽ ആ ലേഡിയുടെ മൈൻഡിനെ അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അത്രയും വിശ്വസിച്ചിരിക്കണം. അപ്പോൾ അതിന് ഞാൻ ആ ആക്ഷൻ ചെയ്തു എന്ന് വരുത്തിയെങ്കിലാണ് അവിടെ ഒരു ഹീൽനെസ്, ഒരു റിലീഫ് ഉണ്ടാവുള്ളൂ. സെയിം ലൈക്ക് ദിസ് ഹൗ ദ സാം ഹാസ് ഡൺ വിത്ത് ദിസ് ഫ്രണ്ട്. ലെറ്റർ അയച്ചു കൊടുത്തു, അപ്പോൾ ഓക്കെ ഹീസ് ഫൈൻ നൗ. അവിടെ അവൻ്റെ അല്ലെങ്കിൽ ആ നടക്കാത്ത ആ സ്വപ്നം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും പല ലെവലിലായിട്ട്. മനസ്സിലായെന്ന് തോന്നുന്നു. आपकी ലാംഗ്വേജ്, മൈ ഗോഡ്, ഹിന്ദി. ആരാണ് ഈ ഹിന്ദിയിൽ ഇവിടെ നന്നായി കൺവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്? ഐ ആം വെരി വെരി ബാഡ് അറ്റ് ഹിന്ദി. ഓക്കെ, സോ മൈ ലാംഗ്വേജ് ഈസ് മലയാളം. ഐ ആം ഫ്രം കേരള, സെറ്റിൽ ഇൻ ഖത്തർ. ഒരുപാട് നമുക്ക് മൊത്തം ഇംഗ്ലീഷിൽ ക്ലാസ് ആക്കിക്കൂടെയും ചോദിച്ചിട്ട് കമൻസ് വരുന്നുണ്ട്.
എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ തോന്നുന്നു. ഞാൻ ചിന്തിക്കുന്നുണ്ട് ഗ്രാമറും റൈറ്റിംഗ് സെക്ഷൻ പോലുള്ള കോമൺ ക്ലാസ്സുകൾ ഫുൾ ഇംഗ്ലീഷിലും എക്സ്പ്ലനേഷൻ അഗെയിൻ മലയാളത്തിലും. പക്ഷെ ചിന്തകളുണ്ട്, ഈ പറഞ്ഞ പോലെ സമയം വേണ്ടേ. എന്തായാലും നമ്മളുടെ ഫൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീൻ ഒമാൻ, ഓക്കെ യു ആർ ഫ്രം ഒമാൻ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. സമയം കിട്ടുന്നതനുസരിച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ അത്രയും സമയമില്ല നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. പക്ഷേ എന്നാലും ക്ലാസ് റൂം ഈസ് മൈ മോസ്റ്റ് പ്രിയോറിറ്റി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെച്ച് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ MCQ SS ഉണ്ടോ? SS എൻ്റെ അടുത്ത് അക്കൗണ്ടൻസി ഒക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ പൊന്നുമക്കളെ, ഞാനും ഈ അക്കൗണ്ടൻസി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പോലും ബന്ധമില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ വെറും ഈ കൊച്ചു ഇംഗ്ലീഷും ഈ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അക്കൗണ്ടൻസിയും ഹിന്ദിയും മാത്സൊന്നും ഐ ആം വെരി 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 ബാഡ് അറ്റ് ദീസ് തിങ്സ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് അതൊന്നും ചോദിക്കരുത്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ. സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. റാപ്പ് ട്രാപ്പില്ല. റാപ്പ് ട്രാപ്പൊക്കെ ഞാൻ അടുത്ത ലെസണാണല്ലോ. പക്ഷെ വെരി ഫണ്ണില്ല. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. എനിക്കിഷ്ടപ്പെട്ടു റാപ്പ് ട്രാപ്പൊക്കെ. ബിസിനസ്, യു മീൻ ബിസിനസ് സ്റ്റഡീസ്? ഇംഗ്ലീഷ് MCQ, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അലീൻ, ഇതിലിപ്പോൾ ലേറ്റ് ആയിട്ട് വന്നവരുണ്ട് തോന്നുന്നു. അപ്പം നമ്മൾ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ലൈവാണ് MCQ ക്വസ്റ്റ്യൻസിൻ്റെ. അത് ഒന്നും കൂടി നോക്കുക കേട്ടോ. ലൈവ് അവസാനിക്കുമ്പം ഒന്നുകൂടി ഓടിച്ച് കണ്ടാൽ മതി. അറ്റ്ലീസ്റ്റ് ആ ഒരു MCQ സെഷൻ മാത്രം എടുത്ത് കാണുക. അപ്പോൾ അത് കിട്ടും. ഓക്കെ, ഇനി നിർത്തിയാലോ കുട്ടികളെ? കീപ്പിംഗ് ക്വയറ്റ്, ഇറ്റ് ഡൺ. കീപ്പിംഗ് ക്വയറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ വേണ്ടത്? MCQ ബുക്കാണോ? അല്ല, ഇത് MCQ ബുക്കല്ല. ഇത് ഞാൻ റെഫർ ചെയ്യുന്ന ബുക്കാണ്. ഇത് ഞാൻ അവിടെ നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ബുക്കാണ്, ഇംഗ്ലീഷ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ അവിടെ ഞങ്ങൾക്ക് സ്കൂളിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഞാനത് ഓൺലൈനിൽ മേടിച്ചതാണ് ബുക്സൊക്കെ. എൻ്റെ അടുത്ത് ഒരു ബുക്സും ഇല്ല. എൻ്റെ അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഒരു സൊല്യൂഷൻ ഒന്നുമില്ല എൻ്റെ അടുത്ത്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത് ഗൂഗിളിൽ നിന്ന് PDF പ്രിൻ്റ് ഔട്ട് എടുക്കും നിങ്ങളുടെ ചാപ്റ്റർ. എന്നിട്ട് അത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് ഈ ബുക്ക്, ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട്. ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ പതുക്കെ നമ്മൾ നമ്മുടെ ഇതിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാം ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കളക്ട് ചെയ്യുമായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടുന്ന എല്ലാ റിസോഴ്സസും ഞാൻ കളക്ട് ചെയ്യും. എന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു ഞാൻ അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് എൻ്റെ വക ഒരു സംഭവം ഉണ്ടാവും. അതായിരിക്കും ഞാൻ പിള്ളേർക്ക് കൊടുക്കുക. അതൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ സമയമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളൊന്നും നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന്, അല്ലേ? ഇനി ഏതെങ്കിലും നിങ്ങളുടെ റിക്വസ്റ്റിന് ചിലപ്പം എനിക്ക് വീഡിയോ ചെയ്യാനോ പറ്റിയിട്ടുണ്ടാവില്ല. അതിന് ഞാനൊരു ബിഗ് സോറി പറയാം നിങ്ങളടുത്ത്. കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു വില്ലനാണ്. അതുകൊണ്ടാണ് കേട്ടോ. അതിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റും പിന്നെ ഏതായിരുന്നു വേണ്ടത്? ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ നോക്കട്ടെ. ജസ്റ്റ് ഒരു ഫോർമാറ്റ് പറഞ്ഞെന്നാൽ പറ്റുമോ? അഡ്വർടൈസ്മെൻറ്റിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് തരാനും പറ്റിയില്ല. ആർട്ടിക്കിൾ നമ്മൾ ചെയ്തതല്ലേ? ആർട്ടിക്കിൾ ചെയ്തതാണ്. ഒഫീഷ്യൽ ലെറ്റർ ചെയ്തതാണ്. എനിക്ക് ഓർമ്മയുണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ഏതാ? സ്റ്റോറി റൈറ്റിംഗ്. അത് സ്റ്റോറി റൈറ്റിംഗ് +2 ഇല്ലല്ലോ. +2 സ്റ്റോറി റൈറ്റിംഗ് ഉണ്ടോ നിങ്ങൾക്ക്? സ്റ്റോറി റൈറ്റിംഗ് ഇല്ല തോന്നുന്നു +2. നോട്ട് മേക്കിംഗ് എക്സാമിനുണ്ടോ? നോട്ട് മേക്കിംഗ് നോട്ടീസ് മേക്കിംഗ് ഉണ്ടോ? അതാ വന്നു നോട്ടീസ്. നോട്ടീസ്. ഓക്കെ, പോസ്റ്റർ മേക്കിംഗ് ഉണ്ടോ? നോട്ടീസ് ഇപ്പോൾ പറയാം. ഓക്കെ, നോട്ടീസ് ഞാനിപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് എടുക്കില്ല. ഇപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ? അക്കൗണ്ടൻസി ഒരു രക്ഷയില്ല മോനെ. അക്കൗണ്ടൻസി ഒന്നും ഞാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി അറിഞ്ഞാൽ എന്നെ വെടിവെച്ച് പോലും. ഓക്കെ, നമുക്ക് നോട്ടീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ലേ? അതോ വേസ്റ്റ് ഓഫ് ടൈം ആവുമോ? അതായത് ജനറലി സ്കൂൾ നോട്ടീസ് ആർ റിട്ടൺ ഓൺ പ്രിൻറ്റഡ് പാഡ്സ്. നമുക്കറിയാം എന്താണ്. അതായത് സ്റ്റുഡൻസ് കൗൺസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ
നമ്മളെപ്പോഴും നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വെരി ഫോർമൽ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക. ഓക്കെ, ഷോർട്ട് സെൻറ്റൻസ് ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നോട്ടീസിൽ ഒരിക്കലും വലിയ സെൻറ്റൻസും ലിറ്ററേച്ചറൊന്നും കൊണ്ടുവരരുത്. വെരി ഫോർമൽ ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആണ് നിങ്ങൾ നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് അല്ലേ, ഫോർമാറ്റ് പറയുമ്പോൾ നോക്കൂ, ഇപ്പം പറഞ്ഞുതരാം. ആദ്യം നമുക്കൊരു ഹെഡിങ് ഉണ്ടായിരിക്കും. ആ ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ ആദ്യം ഒരു ഹെഡിങ്, ഇപ്പോൾ ആ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടീസാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. കൾച്ചറൽ ഫോറം, അങ്ങനെ ഒരു മെയിൻ ഹെഡിങ് അതിൻ്റെ സെൻറ്ററിൽ, ഇപ്പോൾ നോട്ടീസിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കണം. അതിൻ്റെ ജസ്റ്റ് താഴെ തന്നെ ഒരു സബ് ഹെഡിങ് പോലെ തന്നെ ഇപ്പോൾ ഏത് സ്കൂൾ, ആ സ്കൂൾ നെയിം നമ്മൾ കൊടുക്കണം. സ്കൂൾ നെയിം കൊടുക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം കൊടുക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, അതല്ലെങ്കിൽ സ്കൂൾ നെയിം, അതോറിറ്റിയുടെ നെയിം കൊടുക്കുക. ആദ്യം ഹെഡിങ്, പിന്നെ നെയിം. അതിനുശേഷം നമ്മൾ എഴുതുന്നു നോട്ടീസ്. ഓക്കെ, കണ്ടിട്ടില്ലേ നോട്ടീസ് എന്ന് കാണാം. ആ തേർഡ് ലൈനാണ്. ഇത്രയും മൂന്നും സെൻറ്ററിലാണ്. അതായത് നോട്ടീസ് ഒരു സ്ക്വയർ, ഒരു ബോക്സ് ഉണ്ടാക്കി അതിനകത്താണ് നിങ്ങൾ നോട്ടീസ് എഴുതുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാണ് ഈ 3 വരിക. അത് കഴിഞ്ഞ് ഒറ്റ പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫിലാണ് ഞാൻ പറഞ്ഞത് ചെറിയ ഷോർട്ട് ആൻഡ് ഫോർമലായിട്ടുള്ള സിമ്പിൾ ലാംഗ്വേജ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ. ഇവിടെയാണ് കണ്ടൻറ്റ് എഴുതുന്നത്. ഈ കണ്ടൻറ്റ് എഴുതുമ്പോൾ നമ്മളൊരു നോട്ടീസ് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ അറിയിക്കലാണ്, ഒരു ഇൻവിറ്റേഷൻ അല്ല. നോട്ടീസും ഇൻവിറ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. നോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിക്കുകയാണ്, ഒരു അറിയിപ്പാണ് നോട്ടീസ് എന്ന് പറയുന്നത്. ഇൻവിറ്റേഷൻ പറഞ്ഞാൽ ഒരു ഇൻവിറ്റേഷനാണ്, നമ്മളതിൽ ക്ഷണം അല്ലേ. അപ്പോൾ ഇവിടെ ആ ലാംഗ്വേജിൻ്റെ ഒരു നേച്ചറിലും വ്യത്യാസം വരും. ഇതിൽ നമ്മൾ കാര്യങ്ങൾ അറിയിക്കണം. എന്താണ് കൾച്ചറൽ പ്രോഗ്രാം, എവിടെയാണ്, ഏത് സമയത്താണ്, അതൊക്കെ ഈ ഇൻവിറ്റേഷനിലെ പോലെ തന്നെയാണ്. പക്ഷേ അവിടെ ചെറിയൊരു പാരഗ്രാഫ് നോട്ടീസിൽ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുക. ഒറ്റൊരു പാരഗ്രാഫ്. അതിൽ എന്താണ് പ്രോഗ്രാം, ഏത് സമയത്താണ് നടക്കുക, എവിടെയാണ് നടക്കുക, ഈ ഒരു ചെറിയൊരു ഐഡിയ ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അപ്പോൾ എൻട്രി ഫീ ഉണ്ടോ, ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ വെച്ചെങ്കിൽ ഇത് എൻട്രി ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ, അങ്ങനെ നമുക്ക് അതൊക്കെ മെൻഷൻ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ആ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള കാര്യത്തിൽ തന്നെ നിങ്ങൾ സ്പെസിഫിക്കലി നോട്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതാണ് ട്രിക്ക്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവരെന്നെ ആ ക്വസ്റ്റ്യനിൽ ചില ഇത് തന്നിട്ടുണ്ടാവും, ഇന്ന സംഭവം ഇന്നതിന് വേണ്ടിയിട്ട്. അതായത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇത് ഞാൻ ആൻസറിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ മെയിൻ പോയിൻറ്റ്സുകൾ ആ ആൻസറിൽ, അതായത് നോട്ടീസ് എഴുതുമ്പോൾ ചിലപ്പം ഒരു ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാമിനെ കുറിച്ച് നോട്ടീസ് എഴുതണം. അപ്പോൾ നിങ്ങൾ ആൻസറിൽ ഫ്രീ എൻട്രി ആണ് നോട്ടീസ് ചെയ്യണം, അത് നോട്ടിഫൈ ചെയ്യണം, നോട്ടീസാണ്. ഓക്കെ, ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ഏത് സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഞാനാണ് ഷമീറ, പ്രസിഡൻറ്റ് കൾച്ചറൽ ഫോറം, അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ സ്കൂൾ സ്കൂൾ, അങ്ങനെ ആ ഒരു ആരാണോ ഈ നോട്ടീസ് എഴുതുന്നത് അയാൾ. അത് ഏത് സൈഡിലാണ് വരിക, ലെഫ്റ്റ് സൈഡിൽ. ഇത്രയേ ഉള്ളൂ. നോട്ടീസ് മേക്കിംഗ് വെരി ഈസിയാണ്. നിങ്ങളൊരു ബോക്സ് വരച്ച് അതിൻ്റെ ഉള്ളിലാണ് ചെയ്യുക. ആദ്യത്തെ 3 മെയിൻ, നമ്മൾ മേജർ ഹെഡിങ്, ദെൻ സബ് ഹെഡിങ്, പിന്നെ നമ്മൾ നോട്ടീസ് എന്ന് എഴുതുന്നു. ഇത് സെൻറ്ററിൽ വരും. പിന്നെ ഒരൊറ്റ പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൽ എന്താണോ സംഭവം അറിയിക്കേണ്ടത്, അറിയിപ്പാണ്, നോട്ടീസാണ്, ഇൻവിറ്റേഷൻ അല്ല. ഇത് രണ്ടും കൂടി തെറ്റിക്കും കുട്ടികൾ. അപ്പോൾ ഇന്ന സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഇന്ന സമയത്താണ് ഇത് നടക്കുന്നത്, ഇതിൽ ഇന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ്, അല്ലെങ്കിൽ ഇത്രയാണ് ഫീസ്, അല്ലെങ്കിൽ ഇന്ന ആളാണ് വരുന്നത്. അപ്പോൾ അത് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യന് 3 പ്രാവശ്യം വായിക്കുക വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഞാൻ എന്തൊക്കെയാണ് ഈ ഒറ്റ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇടത് ഭാഗത്ത് ഇന്ന ആൾ, പ്രിൻസിപ്പാൾ, സ്കൂൾ, ഇന്ന സംഭവം, സ്പോർട്സ് ക്ലബ് വാട്ടെവർ, കൾച്ചറൽ ക്ലബ് വാട്ടെവർ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ മക്കളെ? അപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ബ്ല 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 പറയണോ? അല്ല, അപ്പോൾ പിന്നെ നോട്ടീസ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾ എങ്ങനെ എഴുതും? യൂസ്ഫുൾ ആണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, എഴുത്തില്ല. അപ്പോൾ പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് നോട്ടീസ് റൈറ്റിംഗ് അതൊക്കെ ചോദിക്കണം? മൈ ഗോഡ്. ഒരു ഉപകാരം ചെയ്യും എനിക്ക്. നിങ്ങൾ നാളത്തെ എക്സാം കഴിഞ്ഞാലേ ആരെങ്കിലും ഒരാൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അതിൻ്റെ PDF അല്ല, നിങ്ങൾക്ക് അതൊരു സ്കാൻ ചെയ്തിട്ട് എനിക്ക് ഇമെയിൽ അയച്ചു തരാൻ പറ്റുമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഐ റിയലി അപ്രിഷിയേറ്റ് ദാറ്റ് വൺ. ഓക്കെ, നോട്ടീസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള MCQ ആണ്. നോട്ടീസ് എന്നിട്ട് അതിൽ നിന്ന് അയ്യോ, ഇത്ര ഈസി ആയിട്ടുള്ള പരിപാടിക്കാണോ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണം? അപ്പോൾ ഈസി അല്ലേ, നോട്ടീസൊക്കെ കൊണ്ട് വായിക്കുക, എന്നിട്ട് എന്താ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം മക്കളെ? ഇനിയുള്ള സമയം, ഇനി എത്ര അവേഴ്സ് നിങ്ങൾക്ക് എക്സാമിന്?
പ്ലീസ് റീഡ്. MCQ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് റീഡിങ്. പ്ലീസ് ബിലീവ് മീ, ട്രസ്റ്റ് മീ, റീഡിങ്. നിങ്ങൾ എത്രത്തോളം വായിക്കുന്നോ, നിങ്ങൾ നോട്ടീസ് എക്സാമ്പിൾസ് എടുത്ത് വായിക്കുക, പിന്നെ പാരഗ്രാഫ് എക്സാമ്പിൾസ് എടുത്ത് വായിക്കുക, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ബി ആസ്ക്ഡ്, അതിൻ്റെ എക്സാമ്പിൾസ് വായിക്കുക. ഷൂർ യു ഡോണ്ട് നോ, നിങ്ങൾക്കിപ്പോൾ അറിയില്ല, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കും തെറ്റില്ലാതെ. നിങ്ങൾ ഇത് ധൈര്യമുള്ളവർ ഇരുന്ന് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയിക്കണം, ഇമെയിലായിട്ടോ കമൻ്റായിട്ടോ അറിയിക്കണം. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. പോയറ്റിക് ഡിവൈസ് പോയം തരുന്നു. അപ്പോൾ അതിന് ഈസി അല്ലേ, നമ്മളിപ്പോൾ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സിമിലി ആൻഡ് മെറ്റഫർ, ദെൻ അലിറ്ററേഷൻ നിങ്ങൾക്ക് പഠിക്കാം, പേഴ്സണിഫിക്കേഷൻ ഉണ്ട്, കാരണം നമ്മുടെ മദർ അറ്റ് 60 ഇഷ്ടംപോലെ പേഴ്സണിഫിക്കേഷൻ ഉണ്ട്, അപ്പോൾ അത് പഠിക്കാം. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇത് നന്നായി കാണുക, വായിക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക, വായിക്കുക. MCQ ആണെന്നുവെച്ചെങ്കിൽ വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയറ്റിക് ഡിവൈസിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ഞാൻ എന്തായാലും ഈ +2 വരാൻ സാധ്യതയുള്ള പോയറ്റിക് ഡിവൈസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ്, നമ്മുടെ ക്ലാസ് റൂമിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് പോയറ്റിക് ഡിവൈസോ ഫിഗർ ഓഫ് സ്പീച്ചോ അങ്ങനെ എന്തോ പേരിലാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്, അതിലെടുത്ത് കണ്ടാൽ മതി. മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ സമയം എടുത്തു, ഇനി നിർത്തട്ടെ ഞാൻ. ഓക്കെ, ഇനി നമ്മൾ കാണുക, എക്സാമോ കഴിഞ്ഞിട്ടായിരിക്കും, ഇനി ലൈവ് വരുമെന്ന് അറിയില്ല. നിങ്ങളുടെ മെസ്സേജസ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓരോ നോട്ടിഫിക്കേഷൻ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ചിലപ്പം ഞാൻ റിപ്ലൈ ചെയ്യും, ചിലപ്പം അതിന് പ്രതികരിക്കും. ഇനി പ്രതികരിച്ചില്ലെങ്കിലും ഞാൻ വായിക്കാറുണ്ട്, ഒന്നും ഞാൻ മിസ്സാക്കാറില്ല. കാരണം എനിക്ക് നിങ്ങളെക്കാൾ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് വായിക്കുക, അത് കൈൻഡ് ഓഫ് എനർജിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നിർത്താൻ പോവാണ്. ഇപ്പം നിങ്ങളുടെ എക്സാം കഴിഞ്ഞാലും നിങ്ങൾ ആരും ഓടി പോവരുത്, വീണ്ടും ഈ ഇട്ട വീഡിയോസ് കാണണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക, ഇമെയിൽ അയക്കുക. ഇമെയിൽ ID ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഇമെയിൽ ID നമ്മുടെ ക്ലാസ് റൂം തന്നെ .gmail.com, അവർ Classroom.Shameera gmail.com. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, നിങ്ങൾക്ക് അബൌട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മളെ കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഫർദർ നിങ്ങളുടെ ഡിഗ്രിയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലിറ്ററേച്ചറിൽ ഏതെങ്കിലും പിന്നെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഇമെയിൽ അയക്കുക, അതിൻ്റെ PDF കൂടി അയക്കുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ടഫായിട്ട് തോന്നുന്നത് അവർ അയച്ചു തരും, അപ്പോൾ അതെടുത്ത് കൊടുക്കും. അങ്ങനെയും എനിക്ക് നിങ്ങളെ സഹായിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, ഇമെയിൽ അയക്കുക. ഓക്കെ, എക്സാം കഴിഞ്ഞാലും എന്നെ മറക്കരുത്. ഇനി എല്ലാവർക്കും എൻ്റെ എല്ലാ ക്ലാസ് റൂമിലെ എൻ്റെ എല്ലാ സ്മാർട്ടായിട്ടുള്ള നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ കുട്ടികളാണ്, എല്ലാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒത്തിരി നല്ല ഭാവിയും നല്ല ഹാപ്പിനെസ്സുമാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. എക്സാം ഈസ് വെരി സിമ്പിൾ, ഒരു ചെറിയൊരു പ്രോസസ്സാണ് ലൈഫിൻ്റെ, അതിന് അത്ര പേടിക്കാനോ ഇല്ല. നമ്മൾ പോകുന്നു, നമ്മൾ വായിക്കുന്നു, അറിയുന്നത് നമ്മൾ ചെയ്യുന്നു, വരുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഞാൻ സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ മറ്റുള്ളവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നിങ്ങൾ സിൻസിയറായിട്ട് പഠിച്ചിട്ടുണ്ടോ, ഞാൻ സിൻസിയറായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടോ, ആൻസർ ചെയ്തിട്ടുണ്ടോ, ഓക്കെ, അത്രയും ശ്രദ്ധിച്ച് അവിടെ അത്ര മതി നിങ്ങൾക്ക് ടെൻഷൻ. എനിക്ക് മാർക്ക് കിട്ടുമോ, എൻ്റെ ആൻസർ ശരിയാവുമോ, എനിക്കത് കിട്ടുമോ, ഇത് കിട്ടുമോ, ഇത് നമ്മുടെ കാര്യമല്ല, ഇത് ചെയ്യേണ്ട ആൾ വേറെയാണ്. ഓക്കെ, അത് അവർ ടെൻഷൻ എടുക്കട്ടെ, ആ കാര്യങ്ങളൊക്കെ. നമ്മുടെ ടെൻഷൻ ഇത്ര മാത്രമാണ്, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. റിസൾട്ട് ഈസ് യുവേഴ്സ്. ഓക്കെ, സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ഹിയർ ഫോർ ടുഡേ. ഐ വിഷ് യു ഓൾ ദ വെരി സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഫോർ എവർ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മെസ്സേജസ്. നിങ്ങളുടെ ലവ്ലി അത്രയും സിൻസിയറായിട്ടുള്ള മെസ്സേജസ് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാരണം ഞാൻ എൻ്റെ സ്കൂൾ ടീച്ചിങ് ആ ഒരു പ്രൊഫഷനിൽ നിന്നും ഈ ഓൺലൈനിലൂടെയുള്ള ടീച്ചിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിസിക്കൽ സ്റ്റുഡൻസിൻ്റെ കയ്യിലില്ല. നിങ്ങളാണ് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ്. പിന്നെ പണ്ടുള്ളവരൊക്കെ ഇപ്പോഴും അവരൊക്കെ ഇപ്പോൾ വലിയ പിള്ളേരായി, വലിയ ചെക്കന്മാർ. അന്ന് ഞാൻ ബോയ്സ് സെക്ഷനിലാണ് പഠിപ്പിച്ചിരുന്നത്, അപ്പോൾ വലിയ ചെക്കന്മാരൊക്കെ ആയി. അവരൊക്കെ പല വിദേശത്തൊക്കെയാണ്, എന്നാലും അവർ മെസ്സേജസും ഇമെയിലൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളതുപോലെ ആവണം. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നാട്ടിലൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ആശംസകളും. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിർത്താം. എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.